Good evening, everyone. ഇന്നലെ പഠിച്ച ഭാഗങ്ങളൊക്കെ നോക്കിയായിരുന്നോ? ഏതെങ്കിലും ഭാഗം വായിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഏതെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഇതുണ്ടെങ്കിൽ ചോദിച്ചോ.
എല്ലാം ഓക്കെ ആണോ? പഠിച്ചിരുന്നോ ഫസ്റ്റ് ഓഫ് ഓൾ? പഠിച്ചിരുന്നോ? നോക്കിയിരുന്നോ? അതോ സൺഡേ ആയതുകൊണ്ട് ഒന്നും നോക്കാതെ ഇരുന്നോ? എല്ലാവരും റിപ്ലൈ താടോ. പഠിച്ചിരുന്നോ? വായിച്ചു? എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. ആ, ഇന്നലെ ക്ലാസ് കഴിഞ്ഞിട്ട് ബുക്ക് തൊട്ടില്ലേ? എന്തുപറ്റി? തിരക്കായിട്ടാ? നാളേക്ക് മാറ്റി വെച്ചതാ? ITC മറന്നിട്ടൊന്നുമില്ലല്ലോ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് ഓർഡർ ഒക്കെ എനിക്ക് വീണ്ടും കുറച്ച് ഭാഗങ്ങൾ മറന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കാട്ടോ, ഏതൊക്കെയാണ് യൂണിയൻ ടെറിട്ടറീസ്? യൂണിയൻ ടെറിട്ടറീസ് UTGST അപ്ലിക്കബിൾ ആവുക എപ്പോഴാണോ? 5 ആൻഡ് അതർ ടെറിട്ടറി. അതർ ടെറിട്ടറി മറ്റേ 12 നോട്ടിക്കൽ മൈലും 200 നോട്ടിക്കൽ മൈലിനും ഇടയിലുള്ള സ്ഥലം. ആ, CALD2. ഓക്കെ. സി എന്താ? സി എന്താ? ചണ്ഡീഗഡ്. എ ആൻഡമാൻ ആൻഡ് നിക്കോബാർ. എൽ ലക്ഷദ്വീപ്. D2 ഡാമൻ ആൻഡ് ഡ്യൂവും ദാദ്ര ആൻഡ് നഗർ ഹവേലിയും അല്ലേ? റെഡി? സെറ്റ്? ഓക്കെ. സംശയമൊന്നുമില്ല. ടൈപ്സ് ഓഫ് GST, CGST ഉണ്ട്, IGST ഉണ്ട്, SGST ഉണ്ട്, UTGST ഉണ്ട്, എല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി നമ്മൾ എവിടെ നിർത്തിയേ? സപ്ലൈയിലാണോ? സപ്ലൈയിലല്ലേ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഒരു സപ്ലൈ ടാക്സ് ചെയ്യണമെങ്കിൽ, ഏതൊരു രാജ്യത്താണെങ്കിലും സപ്ലൈ ടാക്സ് ചെയ്യണമെങ്കിൽ അത് ആ ടാക്സിന്റെ അധികാര പരിധിയിലാവണല്ലോ, ടാക്സബിൾ ടെറിട്ടറിയിലാവണല്ലോ, വേണ്ടേ? ആണല്ലോ. അപ്പോൾ ഒരു ടാക്സബിൾ ടെറിട്ടറിക്കകത്ത് എന്തിന്റെ സപ്ലൈ നടക്കണടാ? എന്തിന്റെ സപ്ലൈ നടക്കണം? ഗുഡ്സോ സർവീസോ അല്ലെ? ഇത് ഞാൻ രജിസ്റ്റർ ചെയ്യാത്ത ഒരാളാന്ന് വിചാരിച്ചോ, ഞാൻ ടാക്സബിൾ പേഴ്സൺ അല്ല, എന്റെ ടേൺ ഓവർ ഈ 20 ലക്ഷം 10 ലക്ഷത്തിന് താഴെയാണെന്ന് വിചാരിച്ചോ, അപ്പൊ ഈ സപ്ലൈ നമ്മളുടെ GST അപ്ലിക്കബിൾ ആവുന്നുണ്ടോ? ചോദ്യം ക്ലിയർ ആണോ? ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല എന്ന് വിചാരിച്ചോ, ഓക്കെ? എന്റെ 10 ലക്ഷത്തിന് താഴെയാണ്, 20 ലക്ഷത്തിന് താഴെയാണ്, ഓക്കെ? നോർത്ത് ഈസ്റ്റേൺ കാറ്റഗറി, അതർ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിലെ 10 ലക്ഷം, ഞാനിപ്പോൾ കേരളയിലാണ്, എൻ്റെ 20 ലക്ഷത്തിന് താഴെയാണ്, ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ടാക്സബിൾ പേഴ്സൺ അല്ല. അപ്പൊ അവിടെ സപ്ലൈ നടന്നു, അപ്പൊ അവിടെ GST അപ്ലിക്കബിൾ ആവുമോ? രജിസ്റ്റർ ചെയ്യാത്ത ഒരാൾ GST കളക്ട് ചെയ്ത് അടയ്ക്കുമോ? ഇല്ലല്ലോ. അപ്പൊ സപ്ലൈ ആവാനുള്ള രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ആദ്യത്തെ കണ്ടീഷൻ എന്താ?
ടാക്സബിൾ ടെറിട്ടറിയിലായിരിക്കണം. ഓക്കെ, കണ്ടീഷനായിട്ട് പഠിക്കണ്ട, ആദ്യം ടാക്സബിൾ ടെറിട്ടറിയിലായിരിക്കണം. രണ്ടെന്താ, ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യണം. മണി ആൻഡ് സെക്യൂരിറ്റി ആണെങ്കിൽ നോട്ട് എ സപ്ലൈ, നോ GST അല്ലേ? റെഡി അല്ലേ? ഓക്കെ, പിന്നെ ഇതൊരു രജിസ്റ്റേർഡ് പേഴ്സൺ, ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം എന്ത് ചെയ്തിട്ടുണ്ടാവേണ്ടത്, സപ്ലൈ ചെയ്തിട്ടുണ്ടാവേണ്ടത്. പിന്നത്തെ പോയിന്റ് എന്താ, പിന്നെന്തായിരിക്കും, പൈസ വേണ്ടേ? പൈസ എന്തെങ്കിലും കിട്ടാതെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സപ്ലൈ ആണോ? അപ്പൊ കൺസിഡറേഷൻ. പിന്നെ ഇത് എന്ത് പർപ്പസിനായിരിക്കണം ഉപയോഗിച്ചിട്ടുണ്ടാവേണ്ടത്, എന്തിനായിരിക്കണം, നമ്മൾ പറഞ്ഞു ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇത്രയുള്ളൂ കണ്ടീഷൻ. പിന്നെ ഈ സപ്ലൈ ടാക്സബിൾ ആയിരിക്കണം. എക്സംപ്റ്റ് സപ്ലൈയുടെ മുകളിൽ GST ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഗവൺമെന്റ് എക്സംപ്റ്റ് ആയിട്ട് നോട്ടിഫൈ ചെയ്ത ഗുഡ്സിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് പറയുന്നത് ഈ സാധനം നിങ്ങൾ വിറ്റോളൂ, അതിന് നിങ്ങൾ ടാക്സ് അടയ്ക്കണ്ട. അപ്പൊ അവിടെ സപ്ലൈ ഉണ്ടെങ്കിലും GST സംഭവിക്കുന്നുണ്ടോ? GST ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ചാർട്ട് രൂപത്തിൽ ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ഇടാം. ഓക്കെ, സ്ക്രീൻ കാണാണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മൾ സപ്ലൈ ആണ് എഴുതാൻ പോകുന്നത്. സപ്ലൈ. ഓക്കെ, ഒരു സപ്ലൈ ആവണമെങ്കിൽ എന്തൊക്കെയാണ് ഓർഡർ പറഞ്ഞേ? അതെന്തായിരിക്കണം? സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് അല്ലേ? ഇതാര് ചെയ്യണടാ? ബൈ ആര് ചെയ്യണം? സപ്ലൈ. ആര് ചെയ്യണടാ? സപ്ലൈ ആര് ചെയ്യണം? ആരാ ചെയ്യണ്ടേ? ബൈ ടാക്സബിൾ പേഴ്സൺ ആണല്ലോ. ആയിക്കോട്ടെ, എവിടെ ചെയ്യണം? ഇൻ വിത്തിൻ ദ ടാക്സബിൾ ടെറിട്ടറി അല്ലെ? വിത്തിൻ ദ ടാക്സബിൾ ടെറിട്ടറി ആണല്ലോ. ഇങ്ങനെ ഒരു സപ്ലൈ നടക്കണം ഒന്നാമത്.
അല്ലേ? അപ്പോ മണി ആൻഡ് സെക്യൂരിറ്റീസ് ആണെന്ന് വിചാരിച്ചോ. മണി ആൻഡ് സെക്യൂരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സും സർവീസും അല്ലാത്ത ഐറ്റംസ്. ഇതാണെങ്കിൽ ജി എസ് ടി ഉണ്ടോ? ഉണ്ടോ? നോ ജി എസ് ടി അല്ലേ? ഇനി എന്തായിരിക്കണം? സപ്ലൈ നടന്നു, അവിടെ എന്ത് വേണം? കൺസിഡറേഷൻ അല്ലേ? സപ്ലൈ നടന്നു, കൺസിഡറേഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഇല്ല എങ്കിൽ ഷെഡ്യൂൾ 1 എന്നാ പറയാം. ഓക്കെ, ഷെഡ്യൂൾ 1 പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് എന്താണ്? സപ്ലൈ നടന്നിട്ടില്ലെങ്കിലും, ഐ മീൻ കൺസിഡറേഷൻ, സപ്ലൈ നടന്നു, കൺസിഡറേഷൻ കിട്ടിയിട്ടില്ല എങ്കിലും ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റിൽ പറയുന്ന ഐറ്റംസ് എന്താണ്? ടാക്സബിൾ ആണ്. ഓക്കെ, ഇത് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് ആയിരിക്കണം കേട്ടോ. എല്ലാം ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് ആയിരിക്കണമല്ലോ, അല്ലെ? ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. ഓക്കെ, ഷെഡ്യൂൾ 1 നമുക്ക് പഠിക്കാനുള്ളത് ആകെ ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആണ്. ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ്. ഇമ്പോർട്ട് ഓഫ് സർവീസ് എന്താണ്? നമ്മൾ ഇന്ത്യയുടെ പുറത്ത് നിന്ന് എന്തെങ്കിലും ഒരു സർവീസ് സ്വീകരിക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോ ഒരു ഇന്റീരിയർ ഡിസൈൻ ആണെന്ന് വിചാരിച്ചോ. എൻ്റെ ബിസിനസിന്റെ ഒരു ഇന്റീരിയർ ഡിസൈന് ഞാൻ എന്ത് ചെയ്യണം? പുറത്തു നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും വാങ്ങാന്ന് വിചാരിച്ചോ. ഓക്കെ, എൻ്റെ ബിസിനസിന്റെ ഒരു ഇന്റീരിയർ ഡിസൈൻ ഞാൻ ഓസ്ട്രേലിയയിലുള്ള ഒരു ഇന്റീരിയർ ഡിസൈനർ അടുത്ത് വാങ്ങാന്ന് വിചാരിച്ചു. അവിടെ ഞാൻ കൺസിഡറേഷൻ ക്ലെയിം ചെയ്തിട്ടില്ല എങ്കിലും അതെന്താണ്? സപ്ലൈ ആണ്. ഓക്കെ, ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേ. ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കടാ. ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടോ? ഒരു മിനിറ്റ്. ഇല്ല. അപ്പൊ എന്താ? നമ്മള് എന്തെങ്കിലും ഒരു സർവീസ് പുറത്തു നിന്നും ഇന്ത്യയിലോട്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും ബിസിനസ് പർപ്പസിനാണെങ്കിൽ എന്താണ്? അവിടെ ടാക്സിബിൾ ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആണോ, അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും എന്താണ്? സപ്ലൈ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയും നമുക്ക് ഒബ്ജക്റ്റീവിൽ വരുള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനല്ലോ, അത്രയും നോക്കിയാൽ മതി. ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആണോ, കൺസിഡറേഷൻ ഇല്ലെങ്കിലും ബിസിനസ്സിന് അല്ലെങ്കിലും എന്താണ്? ബിസിനസ്സിന് അല്ലെങ്കിലും ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് എന്താണ്? ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് എങ്ങനെയാണെങ്കിലും സപ്ലൈ ആണ്. അങ്ങനെയാണ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമ്മൾ പുറത്തു നിന്ന് എന്തെങ്കിലും ഒരു സർവീസ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെങ്കിലും സപ്ലൈ ആണ്. നമുക്ക് ചോദ്യം അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി കൺസിഡറേഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഞാൻ എന്താ നോക്കേണ്ടത്? എന്താ നോക്കേണ്ടത്? എന്താടോ? നമ്മൾ പറഞ്ഞില്ലേ
ഇത് ടാക്സബിൾ സപ്ലൈ ആയിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ഒരു കണ്ടീഷനായി, രണ്ടാമത്തെ കണ്ടീഷനായി, മൂന്നാമത്തെ കണ്ടീഷനായി, നാലാമത്തെ കണ്ടീഷനായി, അഞ്ചാമത്തെ കണ്ടീഷനായി, ആറാമത്തെ എന്താ? ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഉയർച്ചയ്ക്ക്, ഉന്നതിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കണം. ഇങ്ങനാണെങ്കിലും ചെറിയ എക്സംഷൻ ഉണ്ട്. ഫ്യൂ എക്സംഷൻസ് നമുക്ക് പഠിക്കാനൊന്നുമില്ല. നെഗറ്റീവ് ലിസ്റ്റ് എന്ന് പറയും. ഓക്കെ, നെഗറ്റീവ് ലിസ്റ്റിൽ പെട്ട സാധനങ്ങളാണെങ്കിൽ അതിന് ടാക്സ് ഇല്ല എന്നുള്ളതാണ്. നെഗറ്റീവ് ലിസ്റ്റ് ആണെങ്കിൽ നോ GST, അല്ലെങ്കിൽ സപ്ലൈ GST applicable. ഓക്കെ ആണോ? ടെസ്റ്റത്തെ ഫുള്ള് വായിക്കൊന്നും വേണ്ട, ഈ ഒറ്റ ചാർട്ട് ആലോചിച്ചാൽ മതി. റെഡിയാണോ? ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് അല്ലെങ്കിലും നോ ആണെന്ന് വിചാരിക്കുക. നോ ആണെങ്കിലും ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് GST applicable ആണ് കേട്ടോ. GST applicable. ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് അല്ലെങ്കിൽ നോ GST. ഇത് വരയ്ക്കുന്നുണ്ടോ, എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ടോ? ഇത് നോട്ടിൽ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ സ്പേസ് ഇട്ടിട്ട് വരച്ചേക്കിട്ടോ. നോട്ടിൽ വരയ്ക്കുമ്പോഴേ കുറച്ചും കൂടെ സ്പേസ് ഇട്ട് ആ ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസും കൂടെ കൊള്ളുന്ന രീതിയിലേ നമ്മൾ ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസിൽ നിന്നും താഴോട്ട് ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ഇട്ടിട്ട് നോ റൈറ്റിലോട്ട് GST, യെസ് ആണെങ്കിൽ നേരെ താഴോട്ട് സപ്ലൈ GST applicable എന്നുള്ളത് മാർക്ക് ചെയ്യാം. ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ കഴിഞ്ഞാ പറയണേ. എല്ലാവരുടെയും കഴിഞ്ഞ ഒന്ന് പറയണേ. എഴുതി കഴിഞ്ഞാലൊന്ന് പറയണേ. നമ്മൾ ഈ ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് മാത്രം ആലോചിച്ചാൽ മതി. ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് കൺസിഡറേഷൻ ഇല്ലെങ്കിലും കൺസിഡറേഷൻ ഉണ്ടെങ്കിലും ബിസിനസ്സിനാണെങ്കിലും അല്ലെങ്കിലും ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് എന്താണ്? എപ്പോഴും ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് സപ്ലൈ ആണ്. ഓക്കെ, റെഡി? ബാക്കിയുള്ള കേസിൽ നമ്മൾ ഈ പറഞ്ഞ സപ്ലൈ ടാക്സബിൾ സപ്ലൈ നടന്നുവെങ്കിൽ അത് വിത്തിൻ ടാക്സബിൾ ടെറിട്ടറി ഒരു ടാക്സബിൾ പേഴ്സൺ ആണ് ചെയ്തത് എങ്കിൽ അവിടെ കൺസിഡറേഷൻ ഉണ്ടോ നോക്കുക, ബിസിനസ് പർപ്പസിനാണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ കുറച്ച് എക്സംഷൻ ഉണ്ട്. ചില ഗുഡ്സ് നമ്മൾ പറഞ്ഞല്ലോ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്, അല്ലെ? ഈ
ടാക്സബിൾ സപ്ലൈ എന്ന് എഴുതിയില്ലേ ഒരു കണ്ടീഷൻ ആയിട്ട്? ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ എഴുതിയില്ലേ? ഇതാണ് പറയുന്നത് ഈ ടാക്സബിൾ അല്ലാത്ത ഐറ്റംസ് ഏതിലാ പറഞ്ഞിട്ടുള്ളത്? നെഗറ്റീവ് ലിസ്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോൺ ടാക്സബിൾ ഐറ്റംസ് ഇത് പറഞ്ഞിട്ടുള്ളത് നെഗറ്റീവ് ലിസ്റ്റിലാണ്. ഇന്ന സർവീസ് ആണോ നിങ്ങൾ ചെയ്തത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടാക്സ് അടയ്ക്കേണ്ട എന്ന് നെഗറ്റീവ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ സാലറി ഇല്ലേ, ശമ്പളത്തിന് GST ഉണ്ടാവും, ശമ്പളത്തിന് GST ഇല്ല. അതുപോലെ കുറച്ച് സാധനങ്ങൾ GSTയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗുഡ്സിനെ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും എന്തായിരിക്കില്ല, GST അപ്ലിക്കബിൾ ആയിരിക്കില്ല. അപ്പൊ അങ്ങനത്തെ അല്ലാത്ത നോർമലി എല്ലാ കേസുകളും ഓക്കെ, ഗുഡ്സോ സർവീസോ ടാക്സബിൾ പേഴ്സൺ ടാക്സബിൾ ടെറിട്ടറിയിൽ സപ്ലൈ നടത്തുമ്പോൾ അവിടെ കൺസിഡറേഷൻ ചാർജ് ചെയ്യണം. ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ അവിടെ എന്താണ്, GST അപ്ലിക്കബിൾ ആണ്. ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് സെപ്പറേറ്റ് ആലോചിക്കുക. ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആണോ, കൺസിഡറേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ബിസിനസ്സിനാണെങ്കിലും ബിസിനസ്സിനല്ലെങ്കിലും ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് എന്താണ്, സപ്ലൈ ആണ്. ഓക്കെ, എഴുതി കഴിഞ്ഞോ? എല്ലാരും നോട്ടഡ്? ഓക്കെ, വെരി ഗുഡ്. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ ആണല്ലോ? സപ്ലൈ ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. ടെസ്റ്റിൽ വാരി കോരി കൊടുത്തിട്ടുണ്ടാവും, അത്രയൊന്നും നോക്കണ്ട. നമ്മൾ ഈ ചാർട്ട് കണ്ടിട്ട് ഓരോരോ പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. എങ്ങനെ നമ്മൾ 1, 2, 3 എഴുതിയില്ലേ? ടാക്സബിൾ, ഗുഡ്സ്, സർവീസ് ബോത്ത്, ടാക്സബിൾ പേഴ്സൺ, ടാക്സബിൾ ടെറിട്ടറി, കൺസിഡറേഷൻ, ഫർദറൻസ് ഓഫ് ബിസിനസ്. ഇത്രയും മതി. ഓക്കെ, റെഡി അല്ലേ? ഇനി ഇതാണ് നമ്മളുടെ സപ്ലൈ അല്ലെ? GST 15 നമ്പറാന്നൊക്കെ നമ്മൾ പഠിച്ചു, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സപ്ലൈ എന്താണ്? സപ്ലൈ ഇൻക്ലൂസീവ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സപ്ലൈയിൽ എന്തൊക്കെ പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിന് 6 പാരാമീറ്റർ പറഞ്ഞു. നമ്മൾ എഴുതിയതെല്ലാം അല്ലേ നോക്കുക അല്ലേ? അത് എന്ത് എഴുതി? സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് അല്ലേ? എനിത്തിങ് അതർ ദാൻ ഗുഡ്സ് ഓർ സർവീസ് ഡസ് നോട്ട് അട്രാക്ട് GST. ഞാൻ പറഞ്ഞ മണി ആൻഡ് സെക്യൂരിറ്റി. രണ്ടെന്താ? സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ. കൺസിഡറേഷൻ വേണം. സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. 4 മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ. 5 ടാക്സബിൾ സപ്ലൈ. 6 വിത്തിൻ ദ ടാക്സബിൾ ടെറിട്ടറി. എല്ലാം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ 6 പാരാമീറ്ററിൽ നമ്മൾ ഈ കൺസെപ്റ്റ് ഓഫ് സപ്ലൈയിൽ പറഞ്ഞിട്ടുള്ള എന്താ? കുറച്ച് കേസിൽ എന്ത് വേണ്ട, കുറച്ച് എക്സംഷൻസ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞ നെഗറ്റീവ് ലിസ്റ്റ്. ഞാൻ പറഞ്ഞ നെഗറ്റീവ് ലിസ്റ്റും ഉണ്ട്, അതിന്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ വിത്തൗട്ട് കൺസിഡറേഷൻ ജനറലി സപ്ലൈ ആണെങ്കിലും കുറച്ച് എക്സംഷൻ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഷെഡ്യൂൾ 1. അതിലാകെ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആണ്. പിന്നെ importation of service for a consideration whether or not in the course of furtherance of business is treated as supply. കൺസിഡറേഷൻ ഉണ്ട്, ബിസിനസ്സിനാണെങ്കിലും ബിസിനസ്സിനല്ലെങ്കിലും എന്താണ് കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ബിസിനസ്സിനാണെങ്കിലും ബിസിനസ്സിനല്ലെങ്കിലും ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ടാക്സബിൾ ആണ്. ഓക്കെ, ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് എവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കുക, അത് സപ്ലൈ ആണെന്ന് ആലോചിക്കുക. അത്രയും മതി കേട്ടോ, അധികം ഡീറ്റെയിൽ ആയിട്ട് പോണ്ട. ഓക്കെ, ഇനി ടൈം ഓഫ് സപ്ലൈ. ടൈം ഓഫ് സപ്ലൈ
ഇതും വെറുതെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചാർട്ടായിട്ട് പഠിക്കാം. എങ്ങനെ വേണ്ട? ചാർട്ടായിട്ട് വേണോ അതോ ടെസ്റ്റ് വായിച്ചു പോണോ? എങ്ങനെ വേണ്ടേ പറഞ്ഞോ? നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ രീതിയിൽ എടുക്കാം. ടെസ്റ്റിലത്തെ മതിയോ? ആയിക്കോട്ടെ, ടെസ്റ്റിലത്തെ ഒന്നുമില്ല. ആ ഇപ്പൊ ആദ്യം എത്ര ഉള്ളൂ? ടൈം ഓഫ് സപ്ലൈ. ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ്, ഇപ്പോ നിങ്ങളാണ് ഗവൺമെന്റ് എന്ന് വിചാരിച്ചോ, ഞാനൊരു സപ്ലൈ നടത്തി. ആ ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പോ ഞാനൊരു സപ്ലൈ നടത്തി എന്ന് വിചാരിക്കാം. ഞാൻ നേരത്തെ എഴുതിയത് ഇനി പറയാൻ പോകുന്നതും കൂടെ കേട്ടോ, അതുകൊണ്ടാണ് അവിടെ കണ്ടന്റ് കൂടുതലേ. നിങ്ങൾ കണ്ടന്റ് കൂടുതലാണെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ശരിയാവും. വെയിറ്റ് ചെയ്യും. ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് എങ്ങനെയും പോവാം. ഇനി ടൈം ഓഫ് സപ്ലൈ എന്താ? ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സപ്ലൈ നടത്തി എന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാൻ പറയുമ്പോ ഞാൻ കുറെ ബോട്ടിൽസും കുറെ ലാപ്ടോപ്പും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഇത് സപ്ലൈ ഞാൻ ചെയ്തു. ഇതിന് ഞാൻ എന്ന് ടാക്സ് അടയ്ക്കണം, എപ്പോ ടാക്സ് അടയ്ക്കണം, ഏത് മാസം ടാക്സ് അടയ്ക്കണം എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. നിങ്ങളാണ് ഗവൺമെന്റ് എങ്കിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോ നിങ്ങളൊരു ഗുഡ്സ് ആണ് വിൽക്കുന്നത് വിചാരിക്കാം. ഓക്കെ, ഗുഡ്സ് ഫോർ എക്സാമ്പിൾ ഒരു ലാപ്ടോപ്പ് ആണെന്ന് വിചാരിക്കാം. നോർമലി എന്തൊക്കെ അവിടെ സംഭവിക്കും? നിങ്ങളൊരു കടയിൽ പോയിട്ട് എങ്ങനാ, ഒന്നുകിൽ ആദ്യം പേയ്മെന്റ് കൊടുക്കും, അല്ലെ? ഇപ്പൊ ഞാനാണ് സപ്ലയർ എന്ന് വിചാരിക്കാം, ഞാനാണ് ലാപ്ടോപ്പ് വിൽക്കുന്ന ആളെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ഈ ലാപ്ടോപ്പ് തരുമ്പോൾ നിങ്ങൾക്ക് എന്ത് തരും? ലാപ്ടോപ്പിന്റെ കൂടെ എന്ത് തരും? ഞാൻ ഓഫർ അല്ല ചോദിക്കുന്നുണ്ട്. ലാപ്ടോപ്പിന്റെ കൂടെ ബാഗും മറ്റേതൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു ലാപ്ടോപ്പ് തരുമ്പോ കൂടെ എന്തുണ്ടാവും? അതിന്റെ പെട്രോൾ അടിച്ചു കഴിഞ്ഞാലും ഏത് കടയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന സാധനം എന്താണോ? ഗുഡ്സ് അല്ലാതെ സത്യമല്ലോ, ബില്ല് അല്ലേ? ബില്ല്, ഇൻവോയ്സ്, ടാക്സ് ഇൻവോയ്സ്. ഓക്കെ, അപ്പോ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടത് ഏത് സമയം എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഗവൺമെന്റിലോട്ട് ഞാൻ എന്ന് ടാക്സ് അടയ്ക്കണം? ഞാനാണല്ലോ സപ്ലയർ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് ഞാൻ കളക്ട് ചെയ്തു, ഞാൻ ഇത് ഗവൺമെന്റിലോട്ട് എപ്പോൾ അടയ്ക്കണം? അതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, അപ്പൊ എപ്പോൾ അടയ്ക്കണം? ഒന്നുകിൽ ഞാൻ നിങ്ങൾക്ക് ഇൻവോയ്സ് തന്ന ദിവസം, ഓക്കെ, അല്ലെങ്കിൽ നിയമപ്രകാരം പറയുന്നുണ്ട് ഇത്രയും ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ നീ ഇൻവോയ്സ് കൊടുക്കണം. അത് ജസ്റ്റ് ഒരു ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് എന്താ പറയാ, സിമ്പിൾ സാധനമാണ്. ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ഐറ്റംസ്, മൂവ്മെന്റ് ഉള്ള ഗുഡ്സ് ആണെങ്കിൽ എന്നാണോ സാധനം മൂവ് ചെയ്യുന്നത്, മൂവ്മെന്റ് ഇല്ലാത്ത ഗുഡ്സ് ആണെങ്കിൽ എവിടെ വെച്ചാണോ ഡെലിവറി ചെയ്യുന്നത്, എന്നാണോ ഡെലിവറി ചെയ്യുന്നത് ആ ദിവസം എടുക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ജനറൽ സെൻസ് ചിന്തിച്ചാൽ മതി. നമ്മള് മൂവ്മെന്റ് ഉള്ള ഒരു ഗുഡ്സ് ആണെങ്കിൽ എന്നാണോ കയറ്റി വിടുന്നത് അന്ന് തന്നെ നമ്മൾ ബില്ല് ഇഷ്യൂ ഇല്ലേ? ഇനി ഞാൻ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങാം, ഗുഡ്സിന്റെ മൂവ്മെന്റ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ട്രാൻസ്പോർട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് എപ്പോ ബില്ല് തരണം? ആ സാധനം വാങ്ങുമ്പോ തന്നെ തരണ്ടേ? അല്ലെ? സാധനം വാങ്ങുമ്പോ തന്നെ തരണ്ടേ? വേണല്ലോ. അത് നമ്മൾ വാങ്ങാറില്ല, പക്ഷെ ശരിക്കും തരണല്ലോ. ശരിക്കും ഇൻവോയ്സ് തരണ്ടേ? എല്ലാരും ഇൻവോയ്സ് ഒന്നും വാങ്ങില്ല, ആ ബില്ല് വേണ്ട വച്ചോന്ന് പറയും, അല്ലെ? പക്ഷെ ബില്ലൊക്കെ വാങ്ങി ചെക്ക് ചെയ്യണം കേട്ടോ, ഏത് കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോഴും. ഓക്കെ, അപ്പൊ ബില്ല് ഞാൻ നിങ്ങൾക്ക് തരേണ്ട സമയം ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ഞാൻ ആക്ച്വലി ബില്ല് തന്ന ദിവസം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ആദ്യം പേയ്മെന്റ് തന്നിട്ടുണ്ടാവാം, അല്ലെ?
അഡ്വാൻസ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടാവൂലേ? ചെയ്യില്ലേ? എടോ ഓർഡർ തന്നൂടെ അഡ്വാൻസ് തന്നിട്ട്, അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് തന്നിട്ട്? ഓക്കെ, അപ്പൊ ഈ കേസിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. എന്നാണോ എനിക്ക് പൈസ കിട്ടിയത്, അല്ലെങ്കിൽ എന്നാണോ ഞാൻ നിങ്ങൾക്ക് ഇൻവോയ്സ് തന്നത്, അല്ലെങ്കിൽ എന്നാണോ ഇൻവോയ്സ് തരേണ്ടിയിരുന്നത്, ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത്, ഓക്കെ, ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് ആ ദിവസത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗുഡ്സിന്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ ആ മാസമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ മാസത്തെ ടാക്സ് ആണ്, ആ മാസത്തെ ടാക്സിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ സപ്ലൈയുടെ മുകളിലുള്ള ടാക്സ് അടയ്ക്കേണ്ടത്. ക്ലിയർ? അപ്പൊ ഏർലിയർ ഓഫ് ഇൻവോയ്സ് ഡേറ്റ് ഓർ ഏർലിയർ ഓഫ് ഏതാണ് ആദ്യം? ഇൻവോയ്സ് ഡേറ്റ് ആണോ അതോ പിന്നെ ഏതാ നോക്കണ്ടേ? പിന്നെ ഏതാ നോക്കേണ്ടത്? ആർക്കും മറുപടിയില്ലേ? പേയ്മെന്റ് ഡേറ്റ് അല്ലേ? പേയ്മെന്റ് ഡേറ്റ് ഇപ്പൊ നോക്കാം. ഇത്രേ ഉള്ളൂ. ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോട്ടോ, ഇതാണ് പോയിന്റ് ഓഫ് ടാക്സേഷൻ. മീൻസ് ദ പോയിന്റ് ഓഫ് ടൈം വെൻ ഗുഡ്സ് ആർ ഡീംഡ് ടു ബി സപ്ലൈഡ് ഓർ services are deemed to be provided. The point of taxation enables us to determine the tax value and due dates for payment of tax. എന്ന് ടാക്സ് അടയ്ക്കണം, എത്രയാണ് ടാക്സ് അടയ്ക്കേണ്ടത്, എന്നാണ് പേയ്മെന്റ് അടയ്ക്കേണ്ട ഡേറ്റ്, അതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനി ഇതാ, ടൈം ഓഫ് സപ്ലൈ ഗുഡ്സ് ഷാൾ ബി ഏർലിയർ ഓഫ്, ഓക്കെ, ഏർലിയർ ഓഫ് ദ ഫോളോയിങ് ഡേറ്റ്സ്: ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സ് ഓർ ലാസ്റ്റ് ഡേ ബൈ വിച്ച് ഇൻവോയ്സ് ഷുഡ് ഹാവ് ബീൻ ഇഷ്യൂഡ്. എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്, ഓക്കെ, ഇൻവോയ്സ് അതിനു മുമ്പേ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, ആ ഡേറ്റ്, അല്ലെങ്കിൽ ഇൻവോയ്സ് എന്നാണോ ഇഷ്യൂ ചെയ്യേണ്ടിയിരുന്നത് ആ ഡേറ്റ്, ഓർ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്, എന്നാണോ പേയ്മെന്റ് കിട്ടിയത് ആ ഡേറ്റ്. വിച്ച് ഈസ് ഏർലിയർ, ഓക്കെ ആണല്ലോ? വിച്ച് ഈസ് ഏർലിയർ, ഇൻവോയ്സ് ഓർ റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്, അത്രേ ഉള്ളൂ. അപ്പൊ സർവീസിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിങ്ങൾ അക്കൗണ്ട്സ് പഠിച്ചിരുന്നല്ലോ, അക്കൗണ്ട്സ്. പേയ്മെന്റ് എങ്ങനെയാടാ? റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് നമ്മൾ എങ്ങനെ നോക്കുക? ഒന്നുകിൽ നമ്മൾ അത് ബുക്കിൽ എൻട്രി ചെയ്ത ദിവസം, ഓക്കെ, എന്നാണോ അതിന്റെ റെസിപ്റ്റ് ബുക്കിൽ എൻട്രി ചെയ്തത്, അല്ലെങ്കിൽ എന്നാണോ എന്തായിരിക്കും? എന്തായിരിക്കും? എന്നാണോ ബാങ്കിൽ പേയ്മെന്റ് വന്നത്, അല്ലെ? നമ്മളുടെ ബാങ്കിൽ എന്നാണോ ക്രെഡിറ്റ് ആയത്, അല്ലെങ്കിൽ എന്നാണോ ബുക്കിൽ എൻട്രി ചെയ്യുന്നത്, വിച്ച് ഈസ് ഏർലിയർ ആണ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്. ഏർലിയർ ഓഫ് ഡേറ്റ് ഓൺ വിച്ച് പേയ്മെന്റ് ബുക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഡേറ്റ് ഓൺ വിച്ച് പേയ്മെന്റ് ഈസ് ക്രെഡിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്, എന്നാണോ ബാങ്കിൽ ഈ സാധനം ക്രെഡിറ്റ് ആയത്. ഇതിലേതാണോ ആദ്യം, ഇതാണ് എന്ത്? റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ?
ഓക്കെ ആണോ? എന്താ ആർക്കും ഒരു ഉഷാറില്ലാത്തത്? ഇപ്പോഴും ഉറക്കത്തിന് എണീറ്റില്ലേ? ക്ലിയർ ആണോ? അല്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം കേട്ടോ. ഏതെങ്കിലും ക്ലിയർ ആവത്തുണ്ടോ? ഇല്ലല്ലോ, ഷുവർ ആണ്. അപ്പൊ ഇനി സർവീസിന്റെ കേസ് എന്തായിരിക്കും? സർവീസിന്റെ കേസിൽ നമ്മൾ ടാക്സ് ഇൻവോയ്സ് പഠിക്കാനുള്ളതാ, അതും കൂടെ ഞാൻ ഒപ്പം പറയുന്നുണ്ട്. സർവീസിന്റെ കേസിൽ എന്തെങ്കിലും ഒരു സർവീസ് നടന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്ത് തരാന്ന് വിചാരിക്കാം. മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്ത് തരാന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ അതിന്റെ ഇൻവോയ്സ് 30 ദിവസത്തിനുള്ളിലെങ്കിലും, ഓക്കെ, ഞാൻ ഈ മൊബൈൽ ഫോൺ തന്ന് 30 ദിവസത്തിനുള്ളിലെങ്കിലും എന്ത് ചെയ്യണം? ഇൻവോയ്സ് തരണം. ഓക്കെ, ഇൻവോയ്സ് തരണം എന്ന് പറയുന്നുണ്ട്. ക്ലിയർ? അങ്ങനെ 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് തന്നിട്ടുണ്ടെങ്കിൽ, എന്നാണോ ഇൻവോയ്സ് തന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും? ഗുഡ്സിന്റെ കേസിൽ എന്തായിരുന്നു? എന്തായിരുന്നടാ? എന്തായിരുന്നു? പേയ്മെന്റ് അല്ലെ? അപ്പൊ 30 ദിവസത്തിനുള്ളിൽ ഞാൻ 31 സെക്ഷൻ 31 പ്രകാരം ഇൻവോയ്സ് ഇഷ്യൂ ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് അല്ലെങ്കിൽ എന്നാണോ പേയ്മെന്റ് കിട്ടിയത്, വിച്ച് ഈസ് ഏർലിയർ ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഇൻവോയ്സ് കറക്റ്റ് സമയം ഇഷ്യൂ ചെയ്തില്ല എന്ന് വിചാരിക്കാം. ഇൻവോയ്സ് കറക്റ്റ് സമയം ഞാൻ നിങ്ങൾക്ക് തന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ അതിന്റെ ടാക്സ് അടയ്ക്കേണ്ടത് എന്നാണോ ഞാൻ ആ സർവീസ് ചെയ്തത്, ഓക്കെ, ഞാൻ ആ സർവീസ് എന്നാണോ നിങ്ങൾക്ക് തന്നത്, എന്നാണോ ചെയ്തു തന്നത് ആ ദിവസം, അല്ലെങ്കിൽ എനിക്ക് പേയ്മെന്റ് കിട്ടിയ ദിവസം, വിച്ച് എവർ ഈസ് ഏർലിയർ. ഓക്കെ, കത്തിയോ? കത്തിയോ? എവിടെ എല്ലാരും? ഇത്രയുള്ളൂ. ടൈം ഓഫ് സപ്ലൈ സർവീസിന്റെ കേസിൽ earliest of date of issue of invoice by supplier. ഇൻവോയ്സ് എന്നാണോ സപ്ലയർ ഇഷ്യൂ ചെയ്തത്, അല്ലെങ്കിൽ റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്, വിച്ച് എവർ ഈസ് ഏർലിയർ. ഓക്കെ, ഇതെപ്പോ സെക്ഷൻ 31 പ്രകാരം പറഞ്ഞിട്ടുള്ള സമയത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സെക്ഷൻ 31 പ്രകാരം പറഞ്ഞിട്ടുള്ള സമയത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ. ക്ലിയർ? ഇനി കറക്റ്റ് സമയത്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ, എന്നാണോ നമ്മളെ സർവീസ് നടന്നത് ആ ദിവസം തന്നെ ഞാൻ ലയബിൾ ആണെന്ന്. ആ ദിവസമോ അതിന് മുമ്പേ അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ദിവസം. ക്ലിയർ? അപ്പൊ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് ഓർ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്, ഇത് ഏത് കേസാ? ഇൻവോയ്സ് നോട്ട് ഇഷ്യൂഡ്. കണ്ടോ? നോട്ട് ഇഷ്യൂഡ് വിത്തിൻ ദ പീരീഡ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ സെക്ഷൻ 31. ക്ലിയർ ആണോ? ക്ലിയർ ആണോടോ? ഒന്നും കൂടി, ഇത്രേ ഉള്ളൂ. ഗുഡ്സ് ക്ലിയർ ആണോ? ആ, ബി ക്ലിയർ ആയില്ല, ഇത്രേ ഉള്ളൂ. ഇപ്പൊ ശരിയാക്കാം.
ഒരു മിനിറ്റ് ഇടാം. ഇപ്പോഴേ നമ്മൾ ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് സർവീസ് ആണ് പറയുന്നത്. ഓക്കെ, ഇൻ കേസ് ഓഫ് സർവീസ് ആണ് പറയുന്നത്. അപ്പോ ആദ്യം നോക്കേണ്ടത് ഇൻവോയ്സ്, വെദർ ഇൻവോയ്സ് ഈസ് issued within the period prescribed under section 31. ഓക്കെ, സർവീസിന്റെ കേസാ പറയുന്നത് കേട്ടോ. സർവീസിന്റെ കേസിൽ നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ദിവസത്തിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ നോക്കുക. അങ്ങനെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈം ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു ഏർലിയർ ഓഫ് ഏതൊക്കെയാണ്? എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്, or receipt of payment. മനസ്സിലായോ? നമ്മൾ സമയത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സ് കൺസിഡർ ചെയ്യാം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ പേയ്മെന്റ് കിട്ടിയ ദിവസം ഏതാണോ ആദ്യം അത്. ഓക്കെ, ഇനി കറക്റ്റ് സമയം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിലോ? ഇൻവോയ്സ് കറക്റ്റ് സമയം ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സ്. ഓക്കെ, യെസ് ആണെങ്കിൽ ഇൻവോയ്സ്, നോ ആണെങ്കിൽ ഇൻവോയ്സിന്റെ അവിടെ എന്താവും? ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീഷൻ, എന്നാണോ സർവീസ് ചെയ്ത ദിവസം അത്. ഓക്കെ, അല്ലെങ്കിൽ എന്താ മറ്റേതെന്താ? ഓർ receipt of payment. മനസ്സിലായോ? കത്തിയോ? റെഡി അല്ലേ? ഓക്കെ, ഇനി ഇതിലും ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ കേട്ടോ, നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെ. ടൈം ഓഫ് സപ്ലൈ ക്ലിയർ അല്ലേ? ഇനി എയും ബിയും ഒന്നും അപ്ലിക്കബിൾ അല്ലെങ്കിൽ എന്നാണോ റെസിപ്പിയന്റ് ബുക്ക് ചെയ്യുന്നത് ആ കേസ് നോർമലി ചോദിക്കില്ല. എന്നാലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അപ്ലിക്കബിൾ അല്ലെങ്കിൽ, ഞാനിപ്പോ പറഞ്ഞതൊക്കെ എന്റെ സൈഡ് അല്ലേ, എനിക്ക് പേയ്മെന്റ് കിട്ടിയത്, ഞാൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ സർവീസ് തന്നത്. ഇനി ഇതൊന്നും അവൈലബിൾ അല്ല എങ്കിൽ എന്നാണോ നിങ്ങൾ ബുക്ക് ചെയ്തത്, റെസിപ്പിയന്റ് എന്നാണോ ഈ സർവീസ് ബുക്ക് ചെയ്യുന്നത്, ബുക്കിൽ എൻറ്റർ ചെയ്തത് ആ ദിവസം കൺസിഡർ ചെയ്യുന്നു. ഇതൊന്നും അപ്ലിക്കബിൾ അല്ലെങ്കിൽ മാത്രം, ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ടൈം ഓഫ് സപ്ലൈ ഓക്കെ ആണല്ലോ, ഫുൾ ഓക്കെ ആണല്ലോ, റെഡിയാണോ? ഓക്കെ ആണോ എല്ലാരും? ഇതിൽ ഏതെങ്കിലും കുറച്ച് പേർക്ക് മനസ്സിലാവാത്തതുണ്ടോ? എല്ലാവരുടെയും റിപ്ലൈ വരുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കുറെ പേര് ഓക്കെ, എടാ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കട്ടോ.
എല്ലാം കണക്റ്റഡ് ആണ്, അതുകൊണ്ട് തുടക്കം മുതൽ പറഞ്ഞത്. ഓക്കെ, അതോ ടൈപ്പ് ചെയ്യാനുള്ള മടിയായിരിക്കും അല്ലേ? ഓക്കെ, ഇനി അടുത്തത് വാല്യൂ ഓഫ് സപ്ലൈ. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഏത് സമയം ടാക്സ് അടയ്ക്കണം, അതാണ് എന്ത്? ടൈം ഓഫ് സപ്ലൈ. ഏത് പോയിന്റിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്തിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കണം? സപ്ലൈ നടന്നു, ഓക്കെ. എന്തിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കണം? എന്തിന്റെ മുകളില? സപ്ലൈയുടെ വാല്യൂ അല്ലെ? എത്ര രൂപയുടെ സപ്ലൈ ആണോ നടന്നത് അതിന് മുകളിലല്ലേ GST ചുമത്തുക? അല്ലടാ, 100 രൂപയാണോ എത്രയാണോ നമ്മൾ കളക്ട് ചെയ്യുന്നത് അതിന് മുകളിലല്ലേ നമ്മൾ GST ചുമത്തല്ലേ? ആണല്ലോ. അപ്പൊ അടുത്ത പോയിന്റ് അതാണ്. എന്താണ് വാല്യൂ ഓഫ് സപ്ലൈ? എന്താണ് വാല്യൂ ഓഫ് സപ്ലൈ? ഇത്രേ ഉള്ളൂ. വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. GST എന്താ? GST will subsume all taxes in India and will be the one tax. It will bring one India, one nation, one tax. അതൊക്കെ ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. GST എന്തിന്റെ മുകളിലാണ് ചുമത്തുക? ട്രാൻസാക്ഷൻ വാല്യൂ. ഓക്കെ, ട്രാൻസാക്ഷൻ വാല്യൂ. എന്താണ് ട്രാൻസാക്ഷൻ വാല്യൂ? ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആലോചിച്ചാൽ മതി. പ്രൈസ് പെയ്ഡ് ഓർ പേബിൾ. നമ്മൾ അടച്ച തുക അല്ലെങ്കിൽ അടയ്ക്കേണ്ട തുക. ഓക്കെ, മനസ്സിലായോ? നമ്മൾ ആക്ച്വലി പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ട്രാൻസാക്ഷൻ വാല്യൂ. ഇനി പിന്നീട് അടയ്ക്കാം എന്നാ പറഞ്ഞിട്ടുള്ള വെച്ചാൽ അതാണ് ട്രാൻസാക്ഷൻ വാല്യൂ. ട്രാൻസാക്ഷൻ വാല്യൂ എന്താ? പ്രൈസ് ആക്ച്വലി പെയ്ഡ് ഓർ പേബിൾ. അപ്പൊ ചോദിക്കാം, ഡാഷ് ഈസ് ദ പ്രൈസ് ആക്ച്വലി പെയ്ഡ് ഓർ പേബിൾ ഫോർ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് ഫോർ റെൻഡറിംഗ് ഓഫ് സർവീസസ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. എന്നിട്ട് ചിലപ്പോൾ ട്രാൻസാക്ഷൻ വാല്യൂ ഒന്നും വേറെ പല വാല്യൂ തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസാക്ഷൻ വാല്യൂ കാണുമ്പോൾ ഒരു ഒറ്റ കുത്ത്. സെറ്റ് അല്ലേ? റെഡി? ഓക്കെ ആണല്ലോ? പിന്നല്ല, തകർക്കൂലേ? തകർക്കണം. ഇനി ഈ വാല്യൂ ഓഫ് സപ്ലൈയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പോ വാല്യൂ ഓഫ് സപ്ലൈ നോർമലി അറിയാലോ, നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ബില്ലില് ടെസ്റ്റിൽ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആദ്യം പറയാം. ഞാൻ ബില്ലില് ഈ GST സെസ് അല്ലാതെ വേറെ എന്തെങ്കിലും ടാക്സ്, നമ്മൾ ഫോർ എക്സാമ്പിൾ മുനിസിപ്പൽ ടാക്സ് ഒക്കെ അടച്ചതുണ്ടാവില്ലേ, അത് ഞാൻ എൻ്റെ റെസിപ്പിയന്റിന്റെ കയ്യിൽ, ഞാനാണ് സപ്ലയർ കേട്ടോ, ഞാൻ എൻ്റെ റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് ബില്ലിൽ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ടാക്സസ് അതർ ദാൻ GST ഓർ സെസ്, ഞാൻ എമൗണ്ടിന്റെ കൂടെ വേറെ എന്തെങ്കിലും ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, GSTയും സെസ്സും അല്ല കേട്ടോ, GST അല്ല കളക്ട് ചെയ്യുന്നത്, GST അല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു ടാക്സ് എമൗണ്ട് ഞാൻ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാല്യൂ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യും? വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഒന്ന്. ഓക്കെ ആണല്ലോ? ഓക്കെ, റെഡി? രണ്ടാമത്തെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഒന്ന്, ഞാൻ ടാക്സ് GST അല്ലാത്ത എന്തെങ്കിലും ടാക്സ് ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു ബയറുടെ കയ്യിൽ നിന്ന്, പർച്ചേസറുടെ കയ്യിൽ നിന്ന്, റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് ഞാൻ സപ്ലയർ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യും. ഇനി എന്താ? നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി, എന്നിട്ട് ഞാൻ പറയാണ് എനിക്ക് തരാനുള്ള പേയ്മെന്റ് തൽക്കാലം അമലിന് കൊടുത്തേക്ക്. ഓക്കെ, അമലിന് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അമലിന് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അമലിന് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. എന്നിട്ട്
എൻ്റെ എമൗണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങളാണ് വാങ്ങിയത്, നീ അമലിന് കൊടുത്താൽ മതി. അത് ഞാൻ പിന്നീട് കളക്ട് ചെയ്യുന്നില്ല, നിങ്ങൾ ആക്ച്വലി അവിടെ കൊടുത്തു എന്ന് വിചാരിക്കുക, അമലിന് കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്കത് വന്നല്ലോ, ആ പേയ്മെന്റ് വന്നല്ലോ അവിടെ. കത്തിയോ? ഫോർ എക്സാമ്പിൾ, ഈ പെന്ന് 10 രൂപയാണ് ഞാൻ ടോട്ടലി കളക്ട് ചെയ്യുന്നത് വിചാരിക്കാം. ഈ പെന്നിന് 10 രൂപയാണ് ഞാൻ ടോട്ടലി കളക്ട് ചെയ്യുന്നത് വിചാരിക്കാം. ഞാൻ അമലിന് 5 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. നിങ്ങളോട് പറയാണ് 5 രൂപ അമലിന് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ആകെ 5 രൂപയാണ് വാല്യൂ ചാർജ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന്. പക്ഷെ ആക്ച്വലി നിങ്ങൾക്ക് എത്ര വന്നിട്ടുണ്ട്? എടാ റെസ്പോൺസ് എടാ, ആക്ച്വലി നിങ്ങൾക്ക് എത്ര രൂപ പേയ്മെന്റ് വരും? 10 അല്ലേ? ആണല്ലോ. അമൽ മാത്രം റിപ്ലൈ തരില്ല, കാരണം അമൽ പൈസ കിട്ടുന്ന ആളാണല്ലോ, അല്ലേ? അപ്പോ എന്താ, ഈ 5ഉം ആ 5ഉം ടോട്ടൽ 10 രൂപ നമ്മൾ വാല്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് രണ്ടാമത്തെ കണ്ടീഷൻ. 5 രൂപയെ ഞാൻ വാല്യൂ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിലും 5 നിങ്ങളോട് വേറെ ആൾക്ക് അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും റെസിപ്പിയന്റിന് ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും പേയ്മെന്റ് വന്നിട്ടുണ്ടെങ്കിലും അതെന്താണ്, വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ട്, ഇത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പാക്കിങ്ങോ കമ്മീഷനോ അങ്ങനെ എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ട് ആ വാല്യൂ ഞാൻ ഇൻവോയ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങി, അതിന് കൂടെ തന്നെ ഞാൻ അതിന് പാക്കിങ്ങും കമ്മീഷനും ചാർജ് ചെയ്യുന്നുണ്ട്, അതടക്കം നിങ്ങൾ എനിക്ക് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, അതും വാല്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി സബ്സിഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഈ സപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും സബ്സിഡി കിട്ടുന്നുണ്ടെങ്കിൽ ആ വാല്യൂ ഞാൻ കുറയ്ക്കുന്നുണ്ടെങ്കിൽ, ഗവൺമെന്റ് സബ്സിഡി അല്ല, ഗവൺമെന്റ് സബ്സിഡി എന്ന് പറയുന്നത് നമ്മളെ മെഷീനറി വാങ്ങുമ്പോഴൊക്കെ കിട്ടില്ലേ, അങ്ങനത്തെ സബ്സിഡി അല്ല, നോർമൽ സബ്സിഡീസ്, സപ്ലൈയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സബ്സിഡി ഉണ്ടെങ്കിൽ അതും വാല്യൂവിൽ നിന്നും കുറയ്ക്കണം. പിന്നെ നിങ്ങൾ വൈകി പേ ചെയ്തതോ ലാഗോ, എവിടം വരെ ക്ലിയർ ആയി? എവിടം വരെ എത്തിയതാ? സബ്സിഡി വരെ കഴിഞ്ഞില്ലേ? ഓക്കെ. അപ്പോ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 ഡസൻ പെന്ന് വാങ്ങി വിചാരിക്കാം. പറയാം 100 ഡസൻ പെന്ന് വാങ്ങിയത് എല്ലാം ഞാൻ ഒന്നും കൂടെ പറയും, നമ്മൾ ആ പോയിന്റ് പറയുമ്പോൾ പറയും. ഓക്കെ. അപ്പോ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 ഡസൻ പെന്ന് വാങ്ങി വിചാരിക്കുക, 100 ഡസൻ പെന്ന് വാങ്ങി വിചാരിക്കുക. നിങ്ങൾ ആക്ച്വലി, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 10 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ 50 രൂപ എക്സ്ട്രാ അടയ്ക്കണം എന്ന് വിചാരിച്ചു. 50 രൂപ എക്സ്ട്രാ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വിചാരിച്ചു. ടോട്ടൽ 10,000 രൂപയായിരുന്നു. ടോട്ടൽ 10,000 രൂപയായിരുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞു 50 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ, സോറി 10 ദിവസത്തിനുള്ളിൽ അടയ്ക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, 5,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ തന്നാൽ മതി. ഇനി 10 ദിവസത്തിനുള്ളിൽ അടച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ 50 രൂപ എനിക്ക് എന്തായിട്ട് തരണം, പേയ്മെന്റ് ഡിലേക്ക് പെനാൽറ്റി ആയിട്ട് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യും? വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യും. വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇത്രേ ഉള്ളൂ വാല്യൂ ഓഫ് സപ്ലൈ. ഒന്നും കൂടെ പറയാം, ഏതൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഇത്രേ ഉള്ളൂ. ഒന്ന്, എനി ടാക്സ്, ഡ്യൂട്ടി, സെസ്, ഫീസ് ആൻഡ് ചാർജസ് ലെവിഡ് അണ്ടർ എനി ആക്ട് എക്സെപ്റ്റ് GST ട്ടോ. GST അല്ലാത്ത മറ്റ് ടാക്സോ സെസ്സോ ഡ്യൂട്ടിയോ പെനാൾട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം എന്തിൽ ഇൻക്ലൂഡ് ചെയ്യണം? വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, മാർക്ക് ചെയ്തോ? ടാക്സ്, ഡ്യൂട്ടി, സെസ്, ഫീസ്, ചാർജ് എക്സെപ്റ്റ് GST. റെഡി? രണ്ടാമത്തെ പോയിന്റ്, എനി എമൗണ്ട് ദ സപ്ലയർ ഈസ് ലയബിൾ ടു പേ
which has been incurred by the recipient and is not included in the price. Recipient incur ചെയ്ത പേയ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ അമലിന് 5 രൂപ കൊടുക്കുന്ന കേസ് ഓർമ്മയുണ്ടല്ലോ. സപ്ലയർ അടയ്ക്കേണ്ട ഒരു തുക റെസിപ്പിയന്റ് ഇൻകർ ചെയ്യുന്നു ആൻഡ് ആ പ്രൈസ് എന്തിൽ ചെയ്തില്ല, വാല്യൂവിൽ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, റെഡി? ഇനി the value will include all incidental expense. Incidental expense മാർക്ക് ചെയ്യുക. പാക്കിംഗ്, കമ്മീഷൻ പോലത്തെ ഇൻസിഡന്റൽ എക്സ്പെൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂം കൂടെ എന്ത് ചെയ്യും, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഇനി സബ്സിഡി. ഈ സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും സബ്സിഡി ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റ് സബ്സിഡി അല്ല, എക്സെപ്റ്റ് ഗവൺമെന്റ് സബ്സിഡി, സബ്സിഡി എന്ത് ചെയ്യും, വാല്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓരോ സപ്ലൈയുടെ മുകളിൽ നമുക്ക് എന്തെങ്കിലും സബ്സിഡി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സബ്സിഡി ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും, വാല്യൂവിൽ നിന്നും കുറയ്ക്കണം എന്ന്. ഓക്കെ, റെഡി? ഇനി ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൾട്ടി, ഡിലേഡ് പേയ്മെന്റ്. ഞാൻ പറഞ്ഞ വൈകി അടച്ചതിന് മൂലം നിങ്ങൾ എനിക്ക് തരേണ്ട ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൾട്ടി ഒക്കെ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യും, എന്തിൽ ഇൻക്ലൂഡ് ചെയ്യും, വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യും. അത്രേ ഉള്ളൂ വാല്യൂ ഓഫ് സപ്ലൈ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അശ്വിന് ക്ലിയർ ആയോ? ലാഗ് വന്ന ഏരിയ? എല്ലാവരും ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോവാം. ഏതെങ്കിലും ഒരു ഏരിയ ഡൗട്ട് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുമെന്നൊന്നും ആലോചിക്കേണ്ട. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായി. ഓക്കെ ആണ്? ക്ലിയർ? സെറ്റ്. Shall we move on to next topic? ഓക്കെ, അപ്പൊ ഇനി എന്താ, പ്ലേസ് ഓഫ് സപ്ലൈ. അത് നമ്മൾ ഓൾറെഡി കുറെ പഠിച്ചു കഴിഞ്ഞതാ. എന്താണ്, റെസിപ്പിയന്റും സപ്ലയറും ഒരു സ്ഥലത്താണെങ്കിൽ എന്ത് സപ്ലൈ ആണ്, എന്ത് സപ്ലൈ ആയിരുന്നു? റെസിപ്പിയന്റും സപ്ലയറും ഒരു സ്ഥലത്താണെങ്കിൽ എന്ത് സപ്ലൈ ആയിരുന്നു? ഐ മീൻ കേരളക്കകത്താണെങ്കിൽ ഇൻട്രാ അല്ലെ? റെസിപ്പിയന്റും സപ്ലയറും അകത്തും പുറത്തും ആണെങ്കിൽ ഇന്റർ. ഇനി അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, അതിൽ കുറച്ച് കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ എന്താന്നുള്ളത് പഠിക്കാണ്ട്, അതൊക്കെ ജനറൽ കേസാണ്, നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും, സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, റെഡി അല്ലേ? തുടങ്ങാം. ഓക്കെ, ഇനി പ്ലേസ് ഓഫ് സപ്ലൈ. പ്ലേസ് ഓഫ് സപ്ലൈ എന്താണ്? നാച്ചർ ഓഫ് സപ്ലൈ അറിയാൻ വേണ്ടിയിട്ട്, ഇന്റർ സ്റ്റേറ്റ് ആണോ, ഇൻട്രാ സ്റ്റേറ്റ് ആണോ, ഇമ്പോർട്ട് ആണോ, എക്സ്പോർട്ട് ആണോ അറിയാൻ വേണ്ടിയിട്ട് പ്ലേസ് ഓഫ് സപ്ലൈ ഐഡന്റിഫൈ ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, ഇതിൽ എന്താ പറഞ്ഞ കൺസെപ്റ്റ് ഓഫ് പ്ലേസ് ഓഫ് സപ്ലൈ? Place of supply of goods other than imported or exported goods, section 10 of IGST integrated goods and service tax specifies the place of supply other than place of supply of imported or exported goods. Okay, interstate supply ഇതിനി എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഇതാ ആലോചിച്ചോ, ഇന്റർസ്റ്റേറ്റ് ഇത്രയും മാർക്ക് ചെയ്താൽ മതി. ബോത്ത് ആർ സിറ്റുവേറ്റഡ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഒരു ഫുഡ് ഗ്രെയിൻ പ്രൊഡക്റ്റ് ഹരിയാനയിലുള്ളത് ഉത്തർപ്രദേശിക്ക് അയച്ചു, അങ്ങനെയാണെങ്കിൽ അതെന്താ, ഇന്റർസ്റ്റേറ്റ് ആണ്. ഇനി ഇൻട്രാസ്റ്റേറ്റ് എന്താ,
within the same state or union territory. Supply within the same state or union territory എന്തായിരുന്നു? ഇൻട്രാസ്റ്റേറ്റ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി സ്പെഷ്യൽ എക്കണോമിക് സോൺ നമ്മൾ പറഞ്ഞില്ലേ, സ്പെഷ്യൽ എക്കണോമിക് സോണിലൊക്കെ ആണെങ്കിൽ അത് ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെ ഉള്ള സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണെങ്കിലും അത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ് കേട്ടോ. സ്പെഷ്യൽ എക്കണോമിക് സോൺ SEZ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ സ്റ്റേറ്റ് ആണ്, നമ്മൾ ഡീംഡ് എക്സ്പോർട്ട് ആണ്. അവിടെ നമ്മൾ അന്ന് പറഞ്ഞ ഏത് വരും? IGST ആണ് വരിക. എക്സ്പോർട്ടിന് എന്തായിരുന്നടാ? എക്സ്പോർട്ടിന് എന്താ റേറ്റ് ഓർമ്മ ഉണ്ടോ? എക്സ്പോർട്ടിന് എന്താ റേറ്റ്? എക്സ്പോർട്ടിന് 0 റേറ്റഡ് സപ്ലൈ അല്ലേ? സ്ക്രീന് ടെസ്റ്റ് ആയിട്ടില്ലേ? ആ ഓക്കെ, ആദ്യം പറയണ്ടേ, ഞാനിപ്പോ ഒക്കെ ടെസ്റ്റ് കാണിച്ചിട്ടാ പറഞ്ഞോണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ എവിടെ മുതലാ മിസ്സായത്? ഇതൊക്കെ മാർക്ക് ചെയ്തില്ലടാ? ഈ ഏരിയ ഒക്കെ മാർക്ക് ചെയ്തില്ലേ? വാല്യൂ ഓഫ് സപ്ലൈ, ട്രാൻസാക്ഷൻ വാല്യൂ, പ്രൈസ് പെയ്ഡ് ഓർ പേയബിൾ, ട്രാൻസാക്ഷൻ വാല്യൂ, ആക്ച്വലി പെയ്ഡ് ഓർ പേയബിൾ, എനി ടാക്സ്, ഡ്യൂട്ടി, സെസ്, ഫീസ്, ചാർജ് എക്സെപ്റ്റ് GST, അത് മാർക്ക് ചെയ്യാം. ഈ ഏരിയാസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തേ, അണ്ടർലൈൻ ചെയ്തേ. പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ ആ സ്ക്രീന് ചേഞ്ച് ചെയ്തു, ഞാൻ സ്ക്രീൻ ആക്കി എന്നുള്ള ഓർമ്മയാണ്, സോറി. ഇതിലേതെങ്കിലും ഇനി പറയേണ്ടതുണ്ടോ? നിങ്ങളിത് നോക്കിയാൽ മതി. ഓക്കെ, ഈ ഏരിയ ടൈം ഓഫ് സപ്ലൈ ക്ലിയർ അല്ലേ? ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ സപ്ലയർ, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്, ഇൻവോയ്സ് കറക്റ്റ് സമയം ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഏരിയ ആണ്. ട്രാൻസാക്ഷൻ വാല്യൂ പറഞ്ഞു, ട്രാൻസാക്ഷൻ വാല്യൂ, ആക്ച്വലി പെയ്ഡ് ഓർ പേയബിൾ, വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളതാണ്. ടാക്സ്, ഡ്യൂട്ടി, സെസ്, ഫീസ്, ചാർജ് എക്സെപ്റ്റ് GST, എമൗണ്ട്, സപ്ലയർ ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആയിട്ടുള്ള എമൗണ്ട് റെസിപ്പിയന്റ് ഇൻകർ ചെയ്തു, ആ സാധനം പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഇൻസിഡന്റൽ എക്സ്പെൻസ്, പാക്കിംഗ് കമ്മീഷൻ പോലെയുള്ള ഇൻസിഡന്റൽ എക്സ്പെൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യും? വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യും. സബ്സിഡി, സപ്ലൈയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സപ്ലൈയിൽ നിന്നും കുറയ്ക്കും. ഗവൺമെന്റ് സബ്സിഡി കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി ഫോർ ഡിലേഡ് പേയ്മെന്റ് ഓഫ് കൺസിഡറേഷൻ ഇൻക്ലൂഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണോ? ഒക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞോടാ? സ്ക്രീന് മാറ്റാൻ വിട്ടുപോയതാണ്. അശ്വിന് അണ്ടർലൈൻ ചെയ്യാൻ ഇത്ര സമയമുണ്ടോ? പെട്ടെന്നാവട്ടെ. ഓക്കെ അല്ലേ? ഇന്നിപ്പോ നമ്മൾ പറഞ്ഞത് പ്ലേസ് ഓഫ് സപ്ലൈ ആണ്. നാച്ചർ ഓഫ് സപ്ലൈ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്റർസ്റ്റേറ്റ്, ഇൻട്രാസ്റ്റേറ്റ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട് രണ്ടും സെപ്പറേറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ ഇന്റർസ്റ്റേറ്റ്, ഒരേ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ ഇൻട്രാസ്റ്റേറ്റ്, സ്പെഷ്യൽ എക്കണോമിക് സോണിലോട്ടാണെങ്കിൽ ഇന്റർസ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീംഡ് എക്സ്പോർട്ട് ആണ്. സ്പെഷ്യൽ എക്കണോമിക് സോണിലോട്ട് എന്തെങ്കിലും അയച്ചു കഴിഞ്ഞാൽ ഡീംഡ് എക്സ്പോർട്ട് ആണ്. പിന്നെ GST, ഇന്റർസ്റ്റേറ്റ് വേഴ്സസ് ഇൻട്രാസ്റ്റേറ്റ്, ഇതൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല, ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇനി എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, എക്സ്പോർട്ട് എന്തായിട്ട് എടുക്കുന്നു പറഞ്ഞു? എക്സ്പോർട്ട് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആണ്. എക്സ്പോർട്ടിൽ എന്താ? IGST ആക്ടിലാണ് കവർ ചെയ്യുക, 0 റേറ്റഡ് സപ്ലൈ ആണ്. ഓക്കെ, എക്സ്പോർട്ട് നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്ന് ടാക്സ് അടച്ചുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാതെ ചെയ്യാം. രണ്ട് കേസിലും നമുക്ക് എന്ത് ചെയ്യും? റീഫണ്ട് കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ പെന്നാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കാം. ഞാൻ ഈ ടോപ്പും ഈ സാധനം എല്ലാം വെവ്വേറെ വാങ്ങിയെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ ഇൻപുട്ടിന്റെ മുകളിൽ ടാക്സ് അടച്ചിട്ടുണ്ടാവുമല്ലോ. ഇത് ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത്
ഇതിന് മുകളിൽ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ വാങ്ങുന്ന സാധനത്തിന് എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. എക്സ്പോർട്ടിന്റെ കേസിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. ഓക്കെ, എക്സ്പോർട്ടിന്റെ കേസിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഇത് വാങ്ങുമ്പോൾ ഞാൻ അടച്ചിട്ടുള്ള ടാക്സ് ഒക്കെ എനിക്ക് റീഫണ്ട് കിട്ടും. ഇനി ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് ടാക്സ് അടച്ചിട്ടാണ് എക്സ്പോർട്ട് ചെയ്തതെന്ന് വിചാരിച്ചോ. ടാക്സ് അടച്ചിട്ടാണ് എക്സ്പോർട്ട് ചെയ്തത്. ആക്ച്വലി അടയ്ക്കേണ്ട, സീറോ റേറ്റഡ് ആണ്. ഇനി ഞാൻ അടച്ചിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ എക്സ്പോർട്ടിന്റെ മുകളിൽ ഫുൾ എമൗണ്ട് റീഫണ്ടും കിട്ടും. ഓക്കെ, അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. എന്താണ്, നമ്മൾ GST അടച്ചുകൊണ്ടാണോ, ഗുഡ്സും സർവീസും GST അടച്ചുകൊണ്ടാണോ എക്സ്പോർട്ട് ചെയ്തത്, അങ്ങനെയാണെങ്കിൽ റീഫണ്ട് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് അടയ്ക്കാതെ ലെറ്റർ ബോണ്ടോ ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങോ, ബോണ്ടോ ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങോ വെച്ചിട്ട്, ബോണ്ട് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്, ഈ സാധനം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് IGST അടയ്ക്കാതെ, ടാക്സ് അടയ്ക്കാതെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി റീഫണ്ടിന്റെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഷിപ്പിംഗ് ബില്ല് വെച്ചിട്ടാണ്. ഷിപ്പിംഗ് ബില്ല് മാർക്ക് ചെയ്യാം. IGST റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് ബില്ലാണ്. എക്സ്പോർട്ടിന്റെ സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് എന്ത്, ഷിപ്പിംഗ് ബില്ല്. ഷിപ്പിൽ കയറ്റൂലേ സാധനം, ആ ബില്ല്. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്താ, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഗുഡ്സ് +2 ബിസിനസ്സിൽ ഇതുണ്ടായിരുന്നോ? ബിസിനസ് സ്റ്റഡീസിൽ ഏത് ഏരിയയില്? ആ, ഷിപ്പിംഗ് ബില്ല്. ആ, ഓക്കെ 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 ഓക്കെ, എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓക്കെ, അപ്പോ ഇനി എന്താ പറഞ്ഞേ, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏതാടാ? ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ഏതാ ഡ്യൂട്ടി? ഞാൻ പറഞ്ഞു, ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനും ഏതാ ഡ്യൂട്ടി? ഏതാ ഡ്യൂട്ടി, ഓർമ്മ ഉണ്ടോ? ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനും GSTയിൽ മെർജ് ചെയ്യാത്തൊരു സാധനം എന്തായിരുന്നു അത്? എന്തോ ഒരു ഡ്യൂട്ടി. ഓർമ്മ ഉണ്ടല്ലേ? ഗുഡ് ജോബ്. കസ്റ്റംസ് അല്ലേ? കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പൊ ഞാനൊരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു മെഷീനറി ഇമ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം. പ്ലസ് ഈ കസ്റ്റംസിന് വരുന്ന എല്ലാ ഡ്യൂട്ടിയുടെയും പുറമെ എന്ത് ചെയ്യണം, ഞാൻ GSTയും കൂടെ അടയ്ക്കണം. ഓക്കെ, GSTയും കൂടെ അടയ്ക്കണം. അതാണ് ഇമ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. ഇമ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. അപ്പൊ അതെങ്ങനെയാന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് ഈ എക്സാമ്പിൾ നോക്കിക്കോ. ഇത്രേ ഉള്ളൂ. The value of the goods for the purpose of levying integrated tax shall be. ഈ ഗുഡ്സിന്റെ കേസിൽ വാല്യൂ എന്താണ്? ഏത് വാല്യൂവിന്റെ മുകളിലാണ് ടാക്സ് കളക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. IGST ഏത് വാല്യൂവിന്റെ മുകളിലാണ് കളക്ട് ചെയ്യേണ്ടത്? Value of the goods for purpose of levying integrated tax shall be assessable value plus customs duty plus any other duty. Assessable value plus customs plus any other duty. എഴുതി വെക്കാം. ഓക്കെ,
അപ്പൊ നിങ്ങൾ ഇതൊന്ന് കണ്ടുപിടിച്ചേ. ടെസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കാവൂല്ലേ? നോക്ക്, ക്വസ്റ്റ്യൻ നോക്കിക്കോ. അസസബിൾ വാല്യൂ 1000 രൂപയായിരുന്നു. 1000 രൂപയായിരുന്നു. കസ്റ്റംസ് ഡ്യൂട്ടി 10%. IGST 18%. ഇന്റഗ്രേറ്റഡ് ടാക്സ് 18%. അപ്പൊ IGST ഏത് വാല്യൂവിന്റെ മുകളിലാണ് ചുമത്താന്ന് പറഞ്ഞത്? പറഞ്ഞേ, IGST ഏത് എമൗണ്ടിന്റെ മുകളിലാ? ഏത് എമൗണ്ടിന്റെ മുകളിലാ? എത്രടാ? അസസബിൾ വാല്യൂ പ്ലസ് കസ്റ്റംസ് പ്ലസ് എനി ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇതിൽ കസ്റ്റംസ് ഡ്യൂട്ടി തന്നില്ലേ? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി തന്നില്ലേ? അപ്പൊ 1000 പ്ലസ് 10% എത്രയാണ്? നിങ്ങൾ ഈ കസ്റ്റംസ് ബുക്കി കസ്റ്റംസ് പിടിച്ചു എന്നൊക്കെ പറയുന്നില്ല, കേൾക്കാറുണ്ടോ? അതെന്തിനാ? ഈ ടാക്സ് കൃത്യമായിട്ട് അടയ്ക്കാതെ വരുന്ന ഗുഡ്സിനാണ് ഈ കസ്റ്റംസ് ബുക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഇല്ലീഗൽ എൻട്രീസ്, ലീഗൽ അല്ലാത്ത എന്തെങ്കിലും സാധനമൊക്കെ കൊണ്ടുവരുമ്പോൾ. ജനറലി പറഞ്ഞതാണ്. ഇപ്പൊ നോർമലി ഞാനൊരു ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഗുഡ്സിന്റെ വാല്യൂ പ്ലസ്, ഓക്കെ, ഞാൻ ആ ഗുഡ്സ് അവിടുന്ന് വാങ്ങി ഇന്ത്യയിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ അവിടുന്ന് വാങ്ങിയ വാല്യൂ ആണല്ലോ. ആ വാല്യൂ പ്ലസ് അത് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള എല്ലാ ചാർജും, ഇൻഷുറൻസും ഫ്രൈറ്റും ഒക്കെ ഉണ്ടാവുമല്ലോ. ഈ സാധനം കപ്പലിൽ കയറ്റി വന്നതും അതിന്റെ ചാർജും അതിന്റെ ഇൻഷുറൻസ് ചാർജും ഒക്കെ വന്നിട്ടുണ്ടാവുമല്ലോ ഈ ഗുഡ്സുമായി ബന്ധപ്പെട്ടിട്ട്. ഇതെല്ലാം എന്റെ വാല്യൂ ആണ്. ഈ വാല്യൂവിന് പുറമെ ഞാൻ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചിട്ടുണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്തിട്ട്, അതേപോലെ കസ്റ്റംസിൽ തന്നെ വേറെ എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടെങ്കിൽ എല്ലാ ഡ്യൂട്ടിയും ആഡ് ചെയ്തിട്ട് ഈ മൊത്തം വാല്യൂവിന്റെ മുകളിലാണ് GST കാണാന്ന്. അത്രേ ഉള്ളൂ. അപ്പോ ഈ കേസിൽ എന്താ? അസസബിൾ വാല്യൂ എത്രയും തന്നിട്ടുണ്ട്? 1000 ആണ് തന്നിട്ടുണ്ട്. 1000 അല്ലേ? 1000 ആണ് തന്നിട്ടുണ്ട്. 10% കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പൊ 1000 പ്ലസ് 10% 1100. അതിന് മുകളില് 18% IGST. ഇങ്ങനെ കാണാ. എത്ര കിട്ടി? എവിടെയാണോ 1100 × 18%? 1100 × 18%. 22 നിന്ന് 2.2 പോയി കഴിഞ്ഞാൽ 19.8. 198 അല്ലേ? റെഡി അല്ലേ? സത്യം. അപ്പൊ 1000 രൂപ, അതിന് പുറമെ 100 രൂപ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. ടോട്ടൽ വാല്യൂ എത്രയാണ്? 1100. ഇനി 1100 മുകളിൽ നേരെ ഈ തന്നിട്ടുള്ള 18% അപ്ലൈ ചെയ്യാം. 198 കിട്ടും. ഈ 198 ഈ 100 പ്ലസ് ഈ 198 ഇതാണല്ലോ ടോട്ടൽ ടാക്സ്. കസ്റ്റംസ് ഡ്യൂട്ടി ടാക്സ് ആണല്ലോ. അപ്പൊ 298 ആണ് നമ്മളുടെ ടാക്സ് വരിക. അത്രേ ഉള്ളൂ. ഈ ഒറ്റ സാധനം പഠിച്ചാൽ മതി. ഈ ഒരു എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. റെഡി? റെഡി അല്ലേ? ഇനി ഇമ്പോർട്ട് ഓഫ് സർവീസ്. ഇമ്പോർട്ട് ഓഫ് സർവീസ് അതെന്താ പറഞ്ഞേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇമ്പോർട്ട് ഓഫ് സർവീസ് കൺസിഡറേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, വിത്ത് ഓർ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും ഒക്കെ എന്താണ്?
സപ്ലൈ ആണെന്ന് പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ. നോക്കുക, ഇമ്പോർട്ട് ഓഫ് സർവീസ് ഹാസ് ബീൻ സ്പെസിഫിക്കലി ആവശ്യമില്ല. നമുക്ക് എന്താ ആവശ്യമല്ലേ? ദ ഇമ്പോർട്ട് ഓഫ് സർവീസ് അണ്ടർ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ വെദർ ഓർ നോട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് ഷാൽ ബി കൺസിഡേർഡ് എസ് സപ്ലൈ. കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ബിസിനസ്സിനാണെങ്കിലും ബിസിനസ്സിനല്ലെങ്കിലും എന്താണ്, അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. കൺസിഡറേഷൻ ഇല്ലെങ്കിലും ഇമ്പോർട്ട് ഓഫ് സർവീസ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അത്രേ ഉള്ളൂ. അതിനി പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി വരുമ്പോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഓക്കെ, ഗുഡ്സിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ. ഇത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കട്ടെ, ഞാൻ പറയാം. ഓക്കെ, ഞാൻ ചോദിക്കാം. നാച്ചർ ഓഫ് സപ്ലൈ. സപ്ലൈ വിച്ച് ഇൻവോൾവ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് വെദർ ബൈ ദ സപ്ലയർ ഓർ ദ റെസിപ്പിയന്റ് ഓർ ബൈ എനി അതർ പേഴ്സൺ. ഗുഡ്സിന്റെ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം? സാധനം നീങ്ങുന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? എവിടെ വെച്ചാണോ സാധനം കസ്റ്റമർക്ക് കിട്ടുന്നത് അത് അല്ലേ? നിങ്ങളാണ് സാധനം വാങ്ങുന്നതെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ സാധനം വാങ്ങുന്നില്ലേ? നിങ്ങൾ ഓൺലൈൻ സാധനങ്ങൾ വാങ്ങുന്നില്ലേ? ആ സാധനത്തിൽ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇത് അയക്കുന്ന ആള് എവിടെയോ ആണ്. ഈ സാധനം റിസീവ് ചെയ്യുന്നത് നമ്മളല്ലേ? ഈ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് നമ്മളല്ലേ? അപ്പൊ പ്ലേസ് ഓഫ് സപ്ലൈ എന്താ? എവിടെയാണോ ഈ ഗുഡ്സ് മൂവ്മെന്റ് അവസാനിക്കുന്നത്, എവിടെയാണോ ഈ സാധനം നമ്മളെ കയ്യിൽ കിട്ടുന്നത്, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന്. ജനറൽ ആയിട്ട് ചിന്തിച്ചാൽ മതി അല്ലേ? ഗുഡ്സിന് മൂവ്മെന്റ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു സാധനം നിങ്ങൾക്ക് വിൽക്കുകയാണ്, ഞാനിത് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലമല്ലേ ഇതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ? എന്താണോ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത്? ബാക്കിയുള്ളവരെവിടെ? ഓക്കെ, ഇനി സപ്ലൈ മൂവ്മെന്റ് ഇല്ല എന്ന് വിചാരിച്ചോ. മൂവ്മെന്റ് ഇല്ല, സപ്ലൈക്ക് മൂവ്മെന്റ് ഇല്ല എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിലോ എവിടെ വെച്ചാണോ ഈ ഗുഡ്സ് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നത് അവിടെ അല്ലെ? എവിടെ വെച്ചാണോ ഈ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നത് അത് ആണല്ലോ. എവിടെ വെച്ചാണോ സാധനം കൊടുക്കുന്നത്? ഇപ്പൊ നിങ്ങൾ കടയിൽ പോയി സാധനം വാങ്ങുന്നു, നിങ്ങൾ ആ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നതല്ലേ പ്ലേസ് ഓഫ് സപ്ലൈ? ആ കടയല്ലേ? ഒന്നും വലിയ ഓവറായിട്ട് ചിന്തിക്കാനില്ല, അതൊക്കെ സിമ്പിൾ സാധനങ്ങളാ. ഇനി എന്താ? അസംബ്ലിങ് അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ ആവശ്യമുള്ള ഗുഡ്സ്. എന്ത് നമ്മൾ മെഷീനറി ഒക്കെ വാങ്ങില്ലേ, അതിന്റെ പാർട്ടായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ വരുന്നത് വിചാരിച്ചു. അപ്പൊ ഇത് എവിടുന്നാണോ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത്, ഓക്കെ, എവിടെയാണോ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആക്കുന്നത്, അതാണല്ലോ നമ്മളെ പ്ലേസ് ഓഫ് സപ്ലൈ. സാധനങ്ങൾ പല പല സ്ഥലങ്ങളിലും വന്നു. ഓക്കെ, ആക്ച്വലി ഈ സാധനം ഉണ്ടാക്കിയത് ഈ പറഞ്ഞ കേരളയിൽ നിന്നാണെങ്കിൽ, മെഷീനറി കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ചെയ്തത് കേരളയിൽ നിന്നാണെങ്കിൽ, ഈ അസംബിൾ ചെയ്ത കൂട്ടി യോജിപ്പിച്ച അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത സ്ഥലമാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി ഗുഡ്സ് സപ്ലൈഡ് ഓൺ ബോർഡ് കൺവെൻസ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ അത് കിട്ടില്ലേ, സ്നാക്സ് ഫ്ലൈറ്റിലാണെങ്കിലും അല്ലെ, ഫ്ലൈറ്റിലൊക്കെ വെള്ളവും ഫുഡും ഒക്കെ കിട്ടില്ലേ? ഇതൊക്കെ എവിടുന്നാണോ ഈ സാധനം ഫ്ലൈറ്റിലോട്ട് കയറ്റിയത്, അത് ഫ്ലൈറ്റിലും ഷിപ്പിലൊക്കെ കിട്ടും. എവിടുന്നാണോ ഈ സാധനം ഫ്ലൈറ്റിലോട്ട് കയറ്റിയത് അതെന്ത് കിട്ടും? ആ ടൈമാണ് എന്തായിട്ട് എടുക്കുക, ആ സ്ഥലമാണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ആലോചിക്കുക, ഇൻവോൾവ്സ് മൂവ്മെന്റ് ആണെങ്കിൽ ഡെലിവറി ടെർമിനേറ്റ് ചെയ്യുന്ന സ്ഥലം,
നോട്ട് ഇൻവോൾവിംഗ് മൂവ്മെന്റ് മാർക്ക് ചെയ്യാം. ലൊക്കേഷൻ മാർക്ക് ചെയ്യട്ടോ. അറ്റ് ടൈം ഓഫ് ഡെലിവറി. അസംബ്ലിംഗ് ഇൻസ്റ്റാളേഷൻ. പ്ലേസ് ഓഫ് സച്ച് അസംബ്ലി ഇൻസ്റ്റാളേഷൻ. എവിടെ വെച്ചാണോ അസംബ്ലി ചെയ്യുന്നത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത്. ഗുഡ്സ് സപ്ലൈഡ് ഓൺ ബോർഡ് എ കൺവെൻസ്. എവിടെയാണോ ഈ സാധനം ബോർഡിൽ കയറ്റുന്നത് അത്. ഓക്കെ ആണല്ലോ. ജനറലി നമ്മൾ പറഞ്ഞില്ലേ, ജനറലി ഓർമ്മ ഉണ്ടോ? ഒരാള് എവിടെ വെച്ചാണോ വിൽക്കുന്നത്, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ്, അല്ല എങ്കിൽ ആരുടെയാ? എന്റെ അഡ്രസ്സ്. ഓക്കെ, നിങ്ങളുടെ അഡ്രസ്സ് എന്റെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് പ്ലേസ് ഓഫ് സപ്ലൈ, അല്ല എങ്കിൽ എന്റെ അഡ്രസ്സ് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ഇനി തേർഡ് പാർട്ടി ഒരു ഓക്കെ, ആ ബോക്സ് ഒന്നുകൂടി കാണിക്കാനതാ. പേജ് നമ്പർ 33. ഓക്കെ അല്ലേ? ലാസ്റ്റത്തുള്ളൂ, ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ ദ സപ്ലയർ ഓർ റെസിപ്പിയന്റ് or any other person on direction of third person, either by way of transfer of documents of title to the goods or otherwise. എന്താ പറഞ്ഞത്? Goods, it shall be deemed that the third person has received such goods and the principal place of business of such person shall be the place of supply. ഇത്രേ ഉള്ളൂ. Delivery of goods by the supplier to a recipient or any other person on direction of a third person. മൂന്നാമത് ഒരാൾ പറഞ്ഞതനുസരിച്ച് ഞാനൊരു ഗുഡ്സ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഈ സാധനം തേർഡ് പേഴ്സണിന് എവിടുന്നാണോ കിട്ടിയത് ആ സ്ഥലം. ഓക്കെ, ഇങ്ങനെ കണക്കാക്കുക. ഡെലിവറി ഓഫ് ഗുഡ്സ് ഓൺ ഡയറക്ഷൻ ഓഫ് എ തേർഡ് പേഴ്സൺ ആണെങ്കിൽ തേർഡ് പേഴ്സണിന്റെ പ്ലേസ് ഓഫ് ബിസിനസ്. അത്രേ ഉള്ളൂ. ഓക്കെ, മാർക്ക് ചെയ്തില്ലേ? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് ഓഫ് സർവീസ് ഓർ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ്. ഇമ്പോർട്ടന്റ്. ഇതില് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് സർവീസ് റെസിപ്പിയന്റ് അഡ്രസ് അവൈലബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് സർവീസ് പ്രൊവൈഡർ. ഇന്റർനാഷണൽ ആണെങ്കിലും ലൊക്കേഷൻ ഓഫ് സർവീസ് റെസിപ്പിയന്റ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൾ ബി ലൊക്കേഷൻ ഓഫ് സപ്ലൈ. എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ. എന്ത്? റെസിപ്പിയന്റിന്റെ ലൊക്കേഷനോ അല്ലെങ്കിൽ അവൈലബിൾ അല്ലെങ്കിൽ ആരുടെ? സർവീസ് പ്രൊവൈഡറുടെ, സപ്ലയറുടെ, അല്ലേ? ജനറലി അങ്ങനെയല്ലേ? നമ്മൾ അങ്ങനെയല്ലോ പഠിച്ചത്. എന്താണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആരും റെസ്പോൺസ് ഒന്നും തരുന്നില്ലല്ലോ. ഇപ്പോ ഇത് പറ്റി? ബ്രേക്ക് വേണോ?
ഓക്കെ, ഇനി ഇത് സർവീസിന്റെ കേസ് ആട്ടോ. സർവീസിന്റെ കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്ലേസ് ഓഫ് സപ്ലൈ എന്തെങ്കിലും കാര്യമാണ് നടക്കുന്നതെങ്കിൽ, റെന്റിംഗ് ഒക്കെ അല്ലേ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയായി ബന്ധപ്പെട്ടിട്ട് ആർക്കിടെക്റ്റോ ഇന്റീരിയർ ഡിസൈനോ അങ്ങനെ എന്തെങ്കിലും ഇന്റീരിയർ ഡെക്കറേഷനോ എന്തെങ്കിലും ആണെങ്കിൽ എവിടെയാണോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അത് തന്നെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, മനസ്സിലായോ? ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തൊരു സാധനം വന്നു കഴിഞ്ഞാലും അത് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി ഇന്ത്യക്ക് പുറത്താണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എങ്കിൽ റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ, അത്രേ ഉള്ളൂ. ക്ലിയർ? ബാക്കിയുള്ള കേസിലൊക്കെ സർവീസിന്റെ കേസാണ് പറയുന്നത്, എവിടെ വെച്ചാണോ ഇത് സംഭവിക്കുന്നത് നടക്കുന്നത് അത് പറയാം. രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സന്റെ അഡ്രസ് കിട്ടോ, അല്ലെങ്കിൽ എവിടെ വെച്ചാണോ ഇത് സംഭവിക്കുന്നത്, എവിടെ വെച്ചാണോ ഇത് തുടങ്ങുന്നത്, അങ്ങനെ. ഓക്കെ, ജസ്റ്റ് ജനറൽ ആയിട്ട് പറയാണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സർവീസ് ആണെങ്കിൽ അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ അത് ഇന്ററാണോ ഇൻട്രയാണോ എന്ന് നിശ്ചയിക്കുന്നത് അത് ഏതാണ് സ്ഥലം എന്നുള്ളതാണ്. അപ്പൊ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സർവീസ് ആണെങ്കിൽ എവിടെയാണോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അത് തന്നെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ഇനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലാത്ത എന്തെങ്കിലും ആണെങ്കിൽ ജനറലി എന്താണ്, ആ പേഴ്സന്റെ സ്ഥലം രജിസ്റ്റേർഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ എവിടെ വെച്ചാണോ കാര്യങ്ങൾ നടക്കുന്നത്, ഈ പരിപാടികൾ നടക്കുന്നത് അത് നോക്കാം. അപ്പോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ബോട്ട് ഓർ വെസൽ, services provided by architect, interior decorator or any services provided by way of right to use immobile property or for carrying out or ordination or construction work. ഇതന്നെ ഇന്റീരിയർ ഡെക്കറേഷൻ, ആർക്കിടെക്ട് അല്ലെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാനുള്ള അവകാശം കൊടുക്കുക, ലോഡ്ജ്, അക്കോമഡേഷൻ, റെന്റിങ്, ഇതൊക്കെ എന്താണ് ലൊക്കേഷൻ അറ്റ് വിച്ച് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓർ ബോട്ട് ഓർ വെസൽ ഈസ് ലൊക്കേറ്റഡ് ഓർ ഇന്റൻഡഡ് ടു ബി ലൊക്കേറ്റഡ്. എവിടെയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് ആ സ്ഥലം. ഓക്കെ, ഇനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇന്ത്യയുടെ പുറത്താണെങ്കിൽ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്, അത്രേ ഉള്ളൂ. ഇന്ത്യയുടെ പുറത്താണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എങ്കിൽ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്. ഒന്നിലധികമാണെങ്കിൽ അതായത് എന്താ വെച്ചാൽ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഒന്നിലധികം സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതായത് പ്രൊപ്പോർഷനിൽ, നമുക്ക് പ്രൊപ്പോർഷൻ ഒന്നും പഠിക്കാനില്ല, പ്രൊപ്പോർഷനേറ്റ് അലോക്കേഷൻ എന്ന് മാത്രം പഠിച്ചാൽ മതി. ഇനി ബ്യൂട്ടി പാർലർ, ഫിറ്റ്നസ്, റെസ്റ്റോറന്റ്, കാറ്ററിംഗ് സർവീസ്, ഈ കേസിൽ എന്താ എവിടെ വെച്ചാണോ ഇത് ആക്ച്വലി നടന്നത് അത്. ഓക്കെ, എവിടെ വെച്ചാണോ ആക്ച്വലി നടന്നത് അത്. നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ അല്ലേ അറിയുണ്ടാവില്ല അല്ലെ, യോഗ, ഫിറ്റ്നസ്, റെസ്റ്റോറന്റ്, കാറ്ററിംഗ് സർവീസ്. കാറ്ററിംഗ് അറിയാത്തവരുണ്ടാവില്ലല്ലോ, റെസ്റ്റോറന്റ് ഒന്നും. അപ്പൊ ഇതൊക്കെ എവിടെ വെച്ചാണോ ആക്ച്വലി സർവീസ് നൽകുന്നത് അതാണ് അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ്, നേരത്തെ പറഞ്ഞ പോലെ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സന്റെ ലൊക്കേഷൻ, അല്ലെങ്കിൽ എന്താ എവിടെ വെച്ചാണോ ട്രെയിനിങ് നടക്കുന്നത് അത്. ഓക്കെ, ഇനി അഡ്മിഷൻ ടു എ കൾച്ചറൽ ആർട്ടിസ്റ്റിക്, സ്പോർട്ടിങ്, സയന്റിഫിക്, എഡ്യൂക്കേഷണൽ, എന്റർടൈൻമെന്റ്, നമ്മുടെ പാർക്ക്, സൂ ഒക്കെ അല്ലേ ഈ പരിപാടിയൊക്കെ. ഇതിലൊക്കെ കയറാൻ എവിടെയാണോ ഈ സാധനം ആക്ച്വലി നടക്കുന്നത്, എവിടെയാണോ ഇവന്റ് ആക്ച്വലി നടക്കുന്നത്, പാർക്കോ ഈ സ്ഥലം എവിടെയാണോ ആക്ച്വലി ലൊക്കേറ്റ് ചെയ്യുന്നത് ആ സ്ഥലം തന്നെ. ഇനി ഓർഗനൈസേഷൻ, രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ സച്ച് പേഴ്സൺ, അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എവിടെയാണോ നടക്കുന്നത് അത്. നമ്മൾ പറഞ്ഞത് ആലോചിച്ചാൽ മതി. ഇപ്പൊ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തരികയാണെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ, ഓക്കെ. അൺരജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് തരികയാണെങ്കിൽ എവിടെ വെച്ചാണോ കാര്യം നടന്നു നോക്കുക അത്. ഇനി അഡ്മിഷന്റെ കേസിലും മറ്റേ സർവീസിന്റെ കേസിലും മാത്രം എവിടെയാണോ കാര്യം നടക്കുന്നത് അത്. ഓക്കെ ആണല്ലോ.
ഓരോന്നും പറയണോ? എല്ലാം സെയിം ആണ് ഈ പറഞ്ഞ തന്നെ. ഇനിയിപ്പോ എന്താ? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് എന്താ? രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സന്റെ ലൊക്കേഷൻ, അല്ലെങ്കിൽ എവിടെ വെച്ചാണോ ഗുഡ്സ് ഹാൻഡ് ഓവർ ചെയ്തത്, ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സ് എന്ന എവിടെ വെച്ചാണോ കയറ്റിയത് അത്. ഓക്കെ. പാസഞ്ചർ ആണെങ്കിലോ നമ്മൾ എവിടെ വെച്ചാണോ വണ്ടിയിൽ കയറിയത്, അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ. രജിസ്റ്റേർഡ് ആണെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സന്റെ അഡ്രസ്. എടാ ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എനിക്കൊരു GST നമ്പർ ഉണ്ടാവുമല്ലോ, എന്റെ ബില്ല് എന്റെ GST നമ്പറിലാവുമല്ലോ, അപ്പൊ അതിലുള്ള അഡ്രസ്. ഞാൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എന്താണ്, എവിടെ വെച്ചാണോ ഈ സർവീസ് തരുന്നത്, സപ്ലയർ എവിടെ വെച്ചാണോ ഈ സർവീസ് തരുന്നത്, അതാണ് എന്റെ ലൊക്കേഷൻ. ക്ലിയർ ആണോ? ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. എല്ലാം വായിച്ചു നോക്കോ. വായിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ സാധനം റെസിപ്റ്റ് ആണോ നോക്കുന്നത്, എങ്ങനെയാണ്? ലൊക്കേഷൻ ഓഫ് സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈയും നോക്കിയിട്ടാണ്. ഓക്കെ. അപ്പൊ ഞാൻ GST രജിസ്റ്റേർഡ് ആണെന്ന് വിചാരിച്ചോ, ഞാൻ കേരളയിലാണ് രജിസ്റ്റർ ചെയ്തത്, ലൊക്കേഷൻ ഓഫ് സപ്ലയർ കേരളയാണെന്ന് വിചാരിച്ചോ. ഇനി നമ്മൾ ഓരോ കേസിൽ ഈ പ്ലേസ് ഓഫ് സപ്ലൈ പറയുന്നത് എവിടെയാണോ ഈ സാധനം സ്ഥിതി ചെയ്യുന്നത്, അതാണ് നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ. അപ്പൊ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അപ്പൊ എന്തായി? പ്ലേസ് ഓഫ് സപ്ലൈ തമിഴ്നാടായി. അപ്പൊ ഇവിടെ എന്ത് സപ്ലൈ ആയി? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയി. ഇതേ സാധനം കേരള ആയിരുന്നെങ്കിലോ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആയി. മനസ്സിലായോ? അതിനാണ് നമ്മൾ ഈ പ്ലേസ് ഓഫ് സപ്ലൈ കാണുന്നത്. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഇനി ഞാൻ കേരളയിൽ രജിസ്റ്റർ ചെയ്ത ആളാന്ന് വിചാരിച്ചോ, ഞാൻ ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് ആണ് കൊടുക്കുന്നത് വിചാരിച്ചോ. അപ്പൊ നീ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, നീ കേരളയിലാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി തമിഴ്നാട് ഒരു സാധനം ചെയ്തു തന്നു കഴിഞ്ഞാൽ നിന്റെ പേരിലാണല്ലോ ബില്ല്, രജിസ്റ്റേർഡ് പേഴ്സൺ ആണല്ലോ, നീ GST രജിസ്റ്റർ ചെയ്താണല്ലോ, നിനക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? നിന്റെ അഡ്രസ്സാണ് അവിടെ എടുക്കുക. ട്രെയിനിങ് ആണ് എടുത്തോ, സിമ്പിൾ ആയിട്ട് ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ്. രജിസ്റ്റേർഡ് പേഴ്സൺ ആയതുകൊണ്ട് നിന്റെ അഡ്രസ് എടുക്കും. ഇനി നീ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല എങ്കിൽ ഞാൻ ഈ ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ എവിടെ വെച്ചാണോ നിനക്ക് തരുന്നത്, ഞാൻ കേരളയാണ്, ഓക്കെ, ഞാൻ ട്രെയിനിങ് എവിടുന്നാ തരുന്നത്? ട്രെയിനിങ് കർണാടകയിൽ നിന്നാണെങ്കിൽ കർണാടകയാണ് അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ, നീ രജിസ്റ്റേർഡ് അല്ല എങ്കിൽ. അപ്പൊ ഇത് എന്ത് സപ്ലൈ ആയി? ലൊക്കേഷൻ ഓഫ് സപ്ലയർ എവിടെയാ? ലൊക്കേഷൻ ഓഫ് സപ്ലയർ എവിടെയാ? ലൊക്കേഷൻ ഓഫ് സപ്ലയർ എവിടെടാ? എവിടെയാണ്? ഞായറാഴ്ചയായിട്ട് ആർക്കും ഒരു ഉഷാറില്ലല്ലോ, ഇതെറ്റി. ലൊക്കേഷൻ ഓഫ് സപ്ലയർ എവിടെടാ? കേരള. ട്രെയിനിങ് എവിടെ വെച്ചാ നടന്നേ? പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? കർണാടക. അപ്പൊ ഏത് സപ്ലൈയാ? ഏത് സപ്ലൈ ആണ്? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേസ് ഓഫ് സപ്ലൈ കാണുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? സപ്ലയർ രജിസ്റ്റർ ചെയ്ത ആളുടെ ലൊക്കേഷനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് കൊടുക്കുമല്ലോ, ആ ലൊക്കേഷനും പ്ലേസ് ഓഫ് സപ്ലൈയും രണ്ടും ഒരേ സ്റ്റേറ്റിനുള്ളിലാണെങ്കിൽ എന്താണ്? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. രണ്ടും സെപ്പറേറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ.
നമ്മൾ മുമ്പ് പഠിച്ചത് ജനറൽ കേസ് ആയിരുന്നു, ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ കേസ് ഫുള്ള് വായിക്കുക, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാം വായിച്ചു കഴിഞ്ഞോ? എല്ലാം ഡൗട്ടില്ലല്ലോ? ജസ്റ്റ് വായിച്ചിട്ടാ മതി. ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മൊത്തം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇമൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ഇമൂവബിൾ പ്രോപ്പർട്ടി, രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സന്റെ ലൊക്കേഷൻ. ഇനി നമ്മൾ പറഞ്ഞ ഈ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് അതുപോലത്തെ സർവീസസ് അല്ലേ, ഓർഗനൈസിങ് അങ്ങനത്തെ ഒക്കെ. ബ്യൂട്ടി ട്രീറ്റ്മെന്റും അഡ്മിഷൻ ടു കൾച്ചറിലും അങ്ങനത്തെ ആ പരിപാടികളൊക്കെ എവിടെയാണോ നടക്കുന്നത് അത്. ഇനിയല്ല ഓർഗനൈസിങ്, പിന്നെ നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ, പാസഞ്ചേഴ്സ് ആയിക്കോട്ടെ, ഗുഡ്സ് ആയിക്കോട്ടെ, ആ കേസൊക്കെ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ, രജിസ്റ്റേർഡ് അല്ലെങ്കിൽ എവിടുന്നാണോ വണ്ടി കയറുന്നത്, എവിടുന്നാണോ സാധനം കയറ്റി വിട്ടത്, എവിടെയാണോ പരിപാടി നടത്തിയത്, എവിടെയാണോ പാർക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത്, അല്ലെ? ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, അല്ലെ? ഓർമ്മ ഉണ്ടല്ലോ? നിങ്ങൾ പ്രോബ്ലം ചെയ്തു നോക്കാൻ പറഞ്ഞ് ചെയ്തു നോക്കാത്ത ഏരിയ, പിന്നെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യേണ്ടി വന്ന ഏരിയ. ഓക്കെ. അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്തായിരുന്നു? നമ്മള് ഇൻപുട്ട് വാങ്ങിയപ്പോ ഓൾറെഡി അടച്ച ടാക്സ് ഔട്ട്പുട്ട് ടാക്സ് അടയ്ക്കുമ്പോൾ കുറയ്ക്കാം. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അല്ലെ? ടാക്സ് പേബിൾ ഓൺ ഔട്ട്പുട്ട് 600, ഇൻപുട്ട് 250. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 250 ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. ബാലൻസ് 350 ഗവൺമെന്റിലോട്ട് അടയ്ക്കണം. ഇനി ഇൻപുട്ടിനേക്കാൾ കൂടുതലാണ് ഔട്ട്പുട്ട് എങ്കിൽ, ഇൻപുട്ട് ആണ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലെങ്കിലോ, ഇൻപുട്ട് ടാക്സ് ആണ് ഔട്ട്പുട്ട് ടാക്സിനേക്കാൾ കൂടുതലെങ്കിൽ എന്താ? നമ്മൾ വാങ്ങുമ്പോഴുള്ള ടാക്സ് ആണ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലെങ്കിൽ എന്താടാ? ഒന്നുകിൽ ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഓർക്കുന്നുണ്ടോ? ഓർ എന്തായിരുന്നു? അതെ, റീഫണ്ട് ആണ്. റീഫണ്ട് ആണ്. ഓക്കെ. അപ്പോൾ ഒന്നുകിൽ ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യാം, അല്ല എക്സസ് ക്രെഡിറ്റ് ആണെങ്കിൽ നമുക്ക് റീഫണ്ടിന് അപേക്ഷിക്കാം. ഓക്കെ ആണല്ലോ? ഇതെന്താ പറഞ്ഞേ? ഇത് ഒരു പിക്ചറായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എന്ത്? 60 രൂപയുടെ ഒരു സാധനം വാങ്ങി, 40 രൂപ GST ആണ് കേട്ടോ, ഇതൊക്കെ GST ആണ്. 60 രൂപ ടാക്സ് അടച്ചൊരു സാധനം വാങ്ങി, എ എന്ന് പറഞ്ഞിട്ട് 40 രൂപ ടാക്സ് അടച്ച് ബി എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങി, 150 രൂപ ടാക്സ് അടച്ച് സി എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങി. ഇതെല്ലാം കൂടെ വിറ്റപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ആകെ മൊത്തം 600 വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 600-ൽ നിന്നും ഈ 250 കുറച്ച് ബാക്കി 350 നമ്മൾ അടച്ചാൽ മതി. അത്രേ ഉള്ളൂ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഓക്കെ. രജിസ്റ്റേർഡ് പേഴ്സണിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുള്ളൂ എന്നുള്ളതൊന്നും ഇനി പറയണ്ടല്ലോ, ഒക്കെ പറഞ്ഞതല്ല നമ്മള്. ഓർമ്മ ഉണ്ടല്ലോ? ഇനി ഇത്രേ ഉള്ളൂ. ഒരു ആൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ, ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ എൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ ഞാനും എൻ്റെ സപ്ലയറും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ എന്ത് സൂക്ഷിക്കണം? എനിക്ക് എന്തിന്റെ മുകളിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുക? റെസ്പോൺസ് ചെയ്യട്ടോ. എന്തിനു മുകളിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുക? എന്തിനു മുകളിലാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുക? എന്തിനു മുകളില?
ക്ലിയർ ആവുന്നില്ലേ? ചോദ്യം ക്ലിയർ അല്ലേ? എന്തിനു മുകളിലാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുക? ഞാൻ തന്നെ പറയാൻ പറ്റിയാണോ? ഇതും കൂടെ പറഞ്ഞ് നിർത്താം. ഈ ഒരു ചെറിയ ഏരിയ ഉള്ളൂ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ എന്താ? എന്റെ കയ്യിൽ ഞാൻ വാങ്ങിയതിന്റെ ബില്ല് ഉണ്ടാവണം. ഓക്കെ, ഞാൻ ജസ്റ്റ് പറയാം, ബാക്കി നമുക്ക് നാളെ പറയാം ഡീറ്റെയിൽ ആയിട്ട്. എന്റെ കയ്യിൽ വാങ്ങിയതിന്റെ ബില്ല് ഉണ്ടാവണല്ലോ. എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ ഞാൻ വാങ്ങിയതിന്റെ ബില്ലോ അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ടോ സൂക്ഷിക്കണം, അല്ലെ? വാങ്ങിയതിന്റെ ബില്ലോ ഡെബിറ്റ് നോട്ടോ എന്റെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, ആക്ച്വലി ഞാൻ ഈ ഗുഡ്സ് റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എനിക്ക് ഫേക്ക് ആയിട്ട് ബില്ല് ഇങ്ങനെ ഉണ്ടായിക്കൂടെ? അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എന്നാ പിടിച്ചോ 1 ലക്ഷം 2 ലക്ഷം ഇങ്ങനെ ബില്ല് മാത്രം തന്നാൽ മതിയോ? സാധനം ആക്ച്വലി മൂവ്മെന്റ് നടക്കണം. അപ്പൊ ആക്ച്വലി ഗുഡ്സ് നിങ്ങൾ റിസീവ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ, ഞാൻ ടാക്സ് ആക്ച്വലി ഗവൺമെന്റിലോട്ട് അടച്ചിരിക്കണം. ഞാൻ ത്രൂ സാധനം വാങ്ങി, നിങ്ങളാണ് റെസിപ്പിയന്റ്, ഞാനാണ് സപ്ലയർ. ഞാൻ ഈ സാധനത്തിന് 100 രൂപ കളക്ട് ചെയ്യുന്നുണ്ട്, പ്ലസ് 5 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 5 രൂപ ഞാൻ ഗവൺമെന്റിലോട്ട് അടയ്ക്കണം. വേണ്ടേ? 105 രൂപ കളക്ട് ചെയ്തിട്ട് പോക്കറ്റിൽ വെച്ചാൽ മതി. 5 ഗവൺമെന്റിലോട്ട് അടയ്ക്കണം. അപ്പൊ ഇത് ഗവൺമെന്റിലോട്ട് അടയ്ക്കും വേണം. ഒന്ന്. പിന്നത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ആരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നത്? നിങ്ങളാണല്ലോ എന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയത്, നിങ്ങളാണല്ലോ റെസിപ്പിയന്റ്. നിങ്ങൾ ആ സാധനം പിന്നീട് വിൽക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ റിട്ടേണിൽ ഈ സാധനം കാണിക്കണം. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതായിട്ട് കാണിച്ചാലാണ് നിങ്ങൾക്ക് അതിന് മുകളിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുള്ളൂ. 4 പോയിന്റ് ഡീറ്റെയിൽ ആയിട്ട് പറയണോ അതോ നാളെ പറഞ്ഞാൽ മതിയോ? ഇൻവോയ്സ്, ഗുഡ്സ് റിസീവ് ചെയ്തിരിക്കണം, ആക്ച്വലി ഡെപ്പോസിറ്റ് ഗവൺമെന്റിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം, ആക്ച്വലി റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. നാളെ പറഞ്ഞാൽ മതിയോ? പറ. ഈ പാഠം കഴിയാനായിട്ടോ. നമ്മളെ GST എന്ന് പറഞ്ഞ പാഠം സിമ്പിൾ ചാപ്റ്റർ ആണ്. ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ഏരിയ ബുദ്ധിമുട്ടായിട്ടുണ്ടോ? എല്ലാ സബ്ജക്റ്റേ നമ്മൾ തമ്മിൽ ഷെയർ ചെയ്ത് പഠിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് അറിയാത്ത ഏരിയ മറ്റാൾക്ക് അറിയുന്നുണ്ടാവും, മറ്റാൾക്ക് അറിയാത്ത ഏരിയ ഈ പറഞ്ഞ ആൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ തമ്മിൽ ഷെയർ ചെയ്യുമ്പോൾ രണ്ടുപേർക്കും അത് മ്യൂച്വൽ ബെനിഫിറ്റ് ആണ്, അല്ലെ? പിന്നെന്ത് ചെയ്യാ, നമ്മൾ മാക്സിമം ഞാൻ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. മോക്ക് ടെസ്റ്റ് ഒക്കെ അവൈലബിൾ അല്ലടാ സൈറ്റില്? മോക്ക് ടെസ്റ്റ് വന്നോ? അതിന് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും വേണം തോന്നുന്നു, അല്ലെ? നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നമ്പറൊക്കെ കിട്ടിയതല്ലേ? ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. മോക്ക് ടെസ്റ്റ് ഇപ്പോ ചെയ്യുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ സബ്ജക്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയേക്കാം. അവൈലബിൾ അല്ലേ മോക്ക് ടെസ്റ്റ്? കിട്ടിയിട്ടില്ല? ഞാൻ വെബ്സൈറ്റിൽ കണ്ടിരുന്നല്ലോ. ഓക്കെ, നോക്കാം. രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞേ? ഓക്കെ, അത് ചിലപ്പോൾ ഈ കാറ്റിന്റെ ഡിലേ ഉണ്ടാവാറുണ്ട്. പോരാത്തതിന് ഇപ്പൊ ലോക്ക്ഡൌണും ആയപ്പോ ഒന്നും കൂടെ ഡിലേ ആക്കുന്നുണ്ട് നോർമലി. അപ്പൊ ഒന്ന് നാളെ കാണാം. ബാക്കി എല്ലാ സബ്ജക്റ്റും നന്നായി പഠിക്കുക. എക്സാം അടുത്തെത്തി.
ടൈം ഉണ്ട് എന്നും പറയാം. എന്നാൽ നമ്മൾ പഠിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവരും അത്യാവശ്യം നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.